ഇവിടെ വരെ പറഞ്ഞു നിർത്തി. അത് നിങ്ങൾക്ക് മനസ്സിലായിരുന്നോ? ഐക്കണ്ടേ ക്ലിയർ ആണോ? അത് ഐക്കൺസ് ഇടുന്നേക്കെ ചെയ്ത് നോക്കിയായിരുന്നോ വീട്ടിൽ പോയിട്ട്? അപ്പൊ നമുക്ക് അടുത്ത് പഠിക്കാം. നമ്മൾ ഇതുവരെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് പഠിച്ചല്ലേ? ഇമേജ് കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ എല്ലാവർക്കും? നമുക്ക് ബാക്കി നോക്കാം. അടുത്ത നമുക്ക് ഫ്ലെക്സ് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇമേജ് ഇട്ടത് മനസ്സിലായോ? സോറി, ഇമേജ് ഐക്കൺ ഇട്ടത് മനസ്സിലായോ? അത് നമ്മൾ ആദ്യം എന്താ ചെയ്തേ? അപ്പൊ എന്തിന്റെ ലിങ്ക് അത്? നമ്മൾ ആ ലിങ്കിന് പേര് പറഞ്ഞായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? CDN ഇല്ലേ? ഇപ്പൊ കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക് എന്നാണ് ഇതിന് പറയാം. അതായത് ഈ ലിങ്ക് എന്ന് വെച്ചാൽ ഇതൊരു CSS ലിങ്കാ. അത് നമുക്ക് ഞാൻ പറഞ്ഞത് നമുക്കൊരു HTML പേജിലേക്ക് 3 രീതി CSS ആഡ് ചെയ്യാം. ഇന്റേണൽ, ഇൻലൈന്, എക്സ്റ്റേണൽ. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല എന്താ? ഇന്റേണൽ ആണ്. പിന്നെ എക്സ്റ്റേണൽ ഉണ്ട്, ഇൻലൈൻ ഉണ്ട്. അപ്പൊ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു CSS ഫയൽ എഴുതിയിട്ട് അതിൻ്റെക്കുള്ള ഒരു ലിങ്ക് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കണക്ട് ചെയ്യുക. നമുക്ക് വേണം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇട്ടിട്ട് ലിങ്ക് കൊടുക്കാം. അതല്ലെങ്കിൽ വേറൊരു കമ്പ്യൂട്ടറിൽ, വേറെ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ ഇട്ടിട്ട് ഇന്റർനെറ്റ് വഴി ആ കമ്പ്യൂട്ടറിലുള്ള ആ ഫയലിലേക്കുള്ള ലിങ്ക് കൊടുക്കാം. അല്ലേ? അപ്പൊ നമ്മൾ എപ്പോഴും കാര്യം ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നു. നമ്മൾ ഈ കമ്പ്യൂട്ടറിനകത്തൊരു ഇമേജ് ഇട്ടപ്പോണ്ടെന്ന് വെച്ചാൽ, ഈ കമ്പ്യൂട്ടറിനകത്തൊരു ഇമേജ് ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ആ ഇമേജ് നമുക്ക് ഈ HTML പേജിൽ വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഇമേജിലേക്കുള്ള പാത്ത് കൊടുക്കണം. പാത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവല്ലോ, ഏത് ഫോൾഡറിലാണ്. ഇപ്പൊ നമ്മൾ C:// എന്നൊക്കെ പറഞ്ഞാൽ അടിക്കത്തില്ലേ? നിങ്ങൾ പാത്തൊക്കെ കോപ്പി ആയിട്ടൊക്കെ ഇല്ലേ? ഈ പാത്ത് കൊടുക്കണം. അപ്പൊ ഈ പാത്ത് എന്ന് പറഞ്ഞാൽ ആ ഇമേജ് ഏത് പൊസിഷനിലാണോ കിടക്കുന്നത് അതിലേക്കുള്ള ഒരു റൂട്ടാണ് ഇല്ലേ? അപ്പൊ അത് ആ കമ്പ്യൂട്ടർ എടുത്തോളൂ. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്റർനെറ്റോട്ട് കണക്ട് ചെയ്തേക്കുന്ന എല്ലാ കമ്പ്യൂട്ടേഴ്സും ശരിക്കും ഒരൊറ്റ കമ്പ്യൂട്ടറിൽ ആലോചിക്കാം. വേറെ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിലാണ് ആ ഇമേജ് എടുക്കുന്നത്, അത് നമുക്ക് കിട്ടും. അങ്ങനെയല്ല, നമ്മൾ നേരത്തെ ഗൂഗിളിൽ നിന്ന് ഒരു ലിങ്കിന്റെ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്തിട്ട് അതിന് ലിങ്ക് കോപ്പി ഇട്ടില്ലേ, എപ്പോഴും വന്നില്ലേ? അതിന്റെ ആ ഒരു ഫോട്ടോ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ളതല്ല, വേറെ ഏതോ ഒരു കമ്പ്യൂട്ടറിലുള്ളതാണ്. നമ്മൾ ആ ലിങ്ക് കൊടുത്താൽ മതി, അപ്പൊ എന്ത് ചെയ്യും? അവിടെ നിന്ന് എടുത്തോളൂ. അതാണ് ഇവിടെയും ചെയ്തേക്കുന്നത്. ഈ CSS ഫയൽ എവിടെയോ ഉണ്ട്, അത് എടുത്തേക്കാണ് ഇവർ ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക്. ഈ കണ്ടന്റ് ഡെലിവറി ചെയ്യുന്ന സാധനങ്ങൾക്കെല്ലാം നമ്മൾ CDN എന്നാണ് പൊതുവെ പറയാം. CDN ലിങ്ക്. അപ്പൊ അതിന്റെ പരിപാടി എന്താ? ഒരു കണ്ടന്റ് ഇങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പൊ അടുത്ത് നമുക്ക് ഫ്ലെക്സ് നോക്കാം. flex.html. ഓക്കെ, അപ്പം ഫ്ലെക്സ് എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. ശരിക്കും പ്രോപ്പർട്ടി അല്ല. അപ്പൊ നമ്മൾ സംഭവം ഇത്രേ ഉള്ളൂ. അതായത് നമുക്ക് ഒരു പേരന്റ് ആലോചിക്കുക, ഒരു പേരന്റ് എലമെന്റ് ആലോചിക്കുക, എന്തും ആവാം. നിങ്ങൾക്ക് വേറെ കാര്യം ഞാൻ പറയാം. അതായത് ഇപ്പൊ നമ്മൾ പേരന്റ് എലമെന്റ് ആയിട്ട് എപ്പോഴും ഏതിനെ ഉപയോഗിക്കുന്നത്? ഡിവിനെ ഉപയോഗിക്കും ഇല്ലേ? കാര്യം എന്താ ഡിവിനെ ഉപയോഗിക്കാനുള്ള കാര്യം എന്താ? ഫസ്റ്റ് HTML ഉപയോഗിച്ചോടെ? അതായത് ഇപ്പൊ ഞാനൊരു ഡിവിനകത്ത് ഡിവ് ഇട്ടു. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ഡിവിനകത്തോട്ട് ഒരു പേര് കൊടുക്കാം, കണ്ടെയ്നർ. ഇത് ഫ്ലെക്സ് അല്ല, ഞാൻ അല്ലാതെ പറയാണ്. ഡോട്ട് കണ്ടെയ്നർ, വിട്ട് കൊടുക്കുന്നു 400 പിക്സൽ, ഹൈറ്റ് കൊടുക്കുന്നു 400 പിക്സൽ, ബോർഡർ 3 പിക്സൽ സോളിഡ് ബ്ലാക്ക്, പാഡിങ് കൊടുക്കുന്നു 20 പിക്സൽ. ഇത്ര സാധനം ഞാൻ സെറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇതിനെ സെൻറ്റർ ചെയ്യണം. എന്ത് ചെയ്യാം? അല്ലേ? സെൻറ്റർ ആവല്ലോ. ഓക്കെ, ഞാൻ ഫസ്റ്റിനെ സ്റ്റൈൽ ചെയ്യാം.
ദേ ഓക്കെ. ഇതിന് പകരം ഞാൻ ഇവിടെ ഡിവിന് പകരം പേരന്റ് ആയിട്ട് h1 പ്ലേസ് ചെയ്യുന്നു. എന്താ മാറ്റം വരിക? ഒരു മാറ്റവും ഇല്ല. നമുക്ക് വേണം h1 ഉപയോഗിക്കാം. പക്ഷെ h1 ഉപയോഗിച്ചുള്ള പ്രശ്നം എന്താ? ഇതിനകത്ത് നമ്മൾ ഒരു എന്തെങ്കിലും ടാഗ് പി ടാഗ് ഉപയോഗിച്ചാൽ വരുമോ? ഇപ്പൊ പി ടാഗ് അല്ലേ ഒരു കാര്യം h1-നകത്താണ് പി കിടക്കുന്നത്. വന്നാലും h1 ആവും. അങ്ങനെ പ്രശ്നമുണ്ട്. അതാണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കാത്തത്. നമുക്ക് ഏത് എലമെന്റ് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു ഡിവ് മാത്രം ഇട്ട് നമുക്ക് ഫുൾ എന്താ സൈറ്റ് വേണം ബിൽഡ് ചെയ്യാം. ഒരു h1 ഒരു p ഒന്നും ഉപയോഗിക്കാതെ വേണം ചെയ്യാമല്ലോ. എന്ത് ചെയ്താൽ മതി? ഞാൻ എന്താണ് നോക്കുക, എല്ലാം ഡിവ് ഇടുന്നു. ഒരു ഹെഡിങ് ടാഗ് കൊടുക്കാൻ പോവാ. ഓക്കെ, ഞാൻ അതിനെന്ത് ചെയ്യുന്നു? ഡോട്ട് ഹെഡിങ്. അത് ഡിവ് ആണല്ലോ, പക്ഷെ അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹെഡിങ് ആയിട്ട്. ഇത് ഹെഡിങ് ആയിട്ട് വരണം. എന്ത് ചെയ്താൽ മതി? ഇതിപ്പോ എങ്ങനെ വരിക? എനിക്കിത് ഹെഡിങ് ആവണം. എന്ത് ചെയ്താൽ മതി? ഫോണ്ട് വെയിറ്റ് ബോൾഡ് അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യാം? ഫോണ്ട് സൈസ് ഉണ്ടോ? എനിക്ക് ഏത് ടാഗും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം ആക്ച്വലി അല്ലേ? അപ്പൊ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. എളുപ്പത്തിന് വേണ്ടി നമ്മൾ അതാത് ടാഗുകൾ ഉപയോഗിക്കുന്നു. പിന്നെ അതാത് ടാഗുകൾ ഉപയോഗിച്ചാൽ ഒരു ഗുണം എന്ന് വെച്ചാൽ ബ്രൗസറിന് മനസ്സിലാവും ഇത് ഹെഡിങ് ആണ്, ഇത് പാരഗ്രാഫ് ആണ്. അപ്പൊ ആ ബ്രൗസർ കുറച്ചുകൂടെ, അതായത് നമ്മൾ പറഞ്ഞില്ല, നമ്മളിപ്പം ഒരു സൈറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബിൽഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ യൂസ്ഡ് കാറിന്റെ സൈറ്റ് ആണെങ്കിൽ നമ്മുടെ സൈറ്റ് ഫസ്റ്റ് വരണം സെർച്ച് ചെയ്യുമ്പോൾ. ഇതല്ല നമ്മുടെ ഒരു ആവശ്യം. കാര്യം നമ്മുടെ സൈറ്റ് ഏറ്റവും ലാസ്റ്റ് ഒക്കെ വരികയാണ്, നമ്മൾ ഫസ്റ്റ് പേജ് മാത്രമേ എല്ലാവരും നോക്കുള്ളൂ. ഇപ്പൊ നമ്മൾ താഴേക്ക് സ്ക്രോൾ നോക്കിയാൽ സെക്കൻഡ് പേജ്, തേർഡ് പേജ്, അങ്ങനെ ഇഷ്ടംപോലെ പേജുകൾ കാണാം അവിടെ. നെക്സ്റ്റ് അടിച്ച് നമുക്ക് വേണം പോവാം. പക്ഷെ അങ്ങനെ അധികം ആരും നോക്കാറില്ല. നിങ്ങൾ നോക്കാറുണ്ടോ? ഇല്ല. അപ്പം നമുക്കത് ആദ്യം വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിനകത്ത് നല്ല കണ്ടന്റ് ആണ് ഉള്ളതെന്ന് നമ്മൾ ബ്രൗസറിനെ ആദ്യം ബോധിപ്പിക്കണം. അതായത് ഇവര് കുറെ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് ബ്രൗസേഴ്സ് നമ്മുടെ എല്ലാവരുടെയും വെബ് പേജുകളിൽ റാങ്ക് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ആ പേജ് റാങ്കിങ് എന്ന് പറയും, പേജ് റാങ്കിങ് അൽഗോരിതം എന്നാണ് അതിന് പറയാം. ഈ പേജ് റാങ്കിങ്ങിൽ നമ്മൾ ബെറ്റർ ആയിട്ട് വരണമെങ്കിൽ നമ്മുടെ ബ്രൗസറിന് മനസ്സിലാവണം നമ്മുടെ ചിലപ്പോൾ വെബ്സൈറ്റ് എല്ലാ കണ്ടന്റ് അടിപൊളിയിരിക്കും, പക്ഷെ നമ്മൾ കൊടുത്തേക്കുന്ന ടാഗുകൾ ഡിഫറെന്റ് ആണെങ്കിൽ ചിലപ്പോൾ അതിന് മനസ്സിലാക്കാൻ പാടായിരിക്കും. അത് പ്രോഗ്രാമാണ്, നമ്മുടെ മനുഷ്യരല്ലോ. അത് പല കാര്യങ്ങളും ഇപ്പം വെച്ചിട്ടുണ്ടാകും. ഓക്കെ, ഇതിന്റെ ഹെഡിങ് എങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് മനസ്സിലാകുന്നത്. നമ്മൾ ഒരു ഡിവൻ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓക്കെ ഇന്നത്തെ ഹെഡിങ് പോലും ഇല്ലെന്ന് വിചാരിക്കും അല്ലേ? അപ്പൊ നമ്മൾ അതെല്ലാം നോക്കണം ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ അതുകൊണ്ടൊക്കെ നമുക്ക് ഫ്ലെക്സിലേക്ക് വരാം. ഓക്കെ, അപ്പൊ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതാണ് അതിന്റെ സിമ്പിൾ ഡെഫിനിഷൻ. അതായത് ഒരു പേരന്റ് എലമെന്റിനകത്തുള്ള ചൈൽഡിനെ അലൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഡിസ്പ്ലേ ഫ്ലെക്സ്. ഡിസ്പ്ലേ ഫ്ലെക്സ് ആണത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ബേസിക് ആയിട്ട് ഞാൻ ആദ്യമേ ഇത് ഏത് പേരന്റിലും ഏത് ചൈൽഡിന് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഒരു പേരന്റ് ആയിട്ടൊരു വലിയ ഡിവും ചൈൽഡായിട്ട് കുറച്ച് ചെറിയ ഡിവുകൾ ഇടാൻ പോവാം. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ അതിനായിട്ട് ഞാൻ ഡോട്ട് കണ്ടെയ്നർ ഇഷ്ടമുള്ള പേര് കൊടുക്കാം അല്ലേ? ഞാനവിടെ കണ്ടെയ്നറിന് കൊടുത്തേ ഉള്ളൂ. എന്നിട്ട് ഞാൻ നോക്കാം അത് ബോക്സ് 4 ബോക്സ് ഇട്ടു. ഫോണിലാണോ? കണ്ടെയ്നർ. അപ്പൊ നമുക്ക് അതിനൊരു വിട്ട് കൊടുക്കാം. ആയിട്ടൊരു 150 എക്സ്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ വരും? കുറച്ചുകൂടെ നമുക്കൊരു വിട്ട് കൊടുക്കാം. ഓക്കെ, ഒരു ബോക്സ് വന്നു. അപ്പൊ ഇതിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഓക്കെ, ഇതിനെല്ലാം പല കളർ കൊടുക്കാം. ഞാൻ രണ്ടാമതൊരു ക്ലാസ് ആഡ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ?
ഇങ്ങനെ കൊടുക്കാമല്ലോ നമുക്ക്. ഇങ്ങനെ കൊടുത്തില്ലെങ്കിൽ എല്ലായിടത്തും പോയിട്ട് എഴുതേണ്ടി വരും. അപ്പൊ അതിൽ ആവശ്യമില്ലേ? കോൺ സൈസ് പറയാം. ഇപ്പൊ ഇതിലൊക്കെ വലിയ സൈസ് പറയലില്ല. നമ്മൾ ഒരുപാട് വലിയ സൈസ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ഉപയോഗമായിരിക്കും. നമുക്ക് ഒരുപാട് സൈസൊക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ആ ഒരു ഫയലിന്റെ സൈസ് വരെ ഇപ്പം ചെറിയ സൈസ് ആണെങ്കിലും അത് വരെ മാറ്റർ ചെയ്യും. ലോഡ് ആവാനുള്ള സ്പീഡൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഒരു KB ഫയലും ചിലപ്പോ 2 KB ഫയലും ലോഡ് ആവുന്ന സമയത്തിന് വ്യത്യാസമുണ്ട് അല്ലേ? ഓക്കെ, ഇതൊന്നും. അപ്പം ഇവിടെ ഒരു പേരന്റ് ഉണ്ട് ഇല്ലേ? ആരാ പേരന്റ്? കണ്ടെയ്നർ. അതിനകത്ത് ചൈൽഡുകളും ഉണ്ട്. അപ്പം 1, 2, 3, 4. അപ്പം നമ്മുടെ ഈ div എന്ന് പറയുന്നത് ബ്ലോക്ക് എലമെന്റ് ആണ്. നമ്മൾ 4 div വിട്ടു. അപ്പൊ എന്ത് ചെയ്യും? 4 താഴേക്ക് വരും. അപ്പൊ എന്ത് ചെയ്തു? നമ്മുടെ ആ ഒരു പേരന്റ് ഹൈറ്റ് ഉണ്ട്, നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഹൈറ്റ് കവിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ഇത് പുറത്തേക്ക് വന്നു. ഓവർഫ്ലോ എന്ന് പറയാൻ, ഓവർഫ്ലോ ആയി. അപ്പൊ നമ്മൾ അതിന് ഹൈറ്റ് കൊടുത്തില്ലെങ്കിലോ? ഒന്നും കൊടുത്തില്ലെങ്കിൽ ഓട്ടോ തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യും? കണ്ടന്റിന്റെ ഹൈറ്റ് എടുക്കും. കണ്ടന്റ് എത്രയുണ്ടോ അത്രയും ഹൈറ്റ് എടുക്കും. ഇതൊക്കെ ആണല്ലോ. വിട്ടും അങ്ങനെ തന്നെ. വിട്ട് ഇനിഷ്യലി എന്തായിരിക്കും? 100% ആയിരിക്കും അല്ലേ? അപ്പം നമ്മൾ ഹൈറ്റ് തന്നെ കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ ആവശ്യം വെച്ചാൽ ഈ പേരന്റിനകത്ത് ഈ ചൈൽഡിനെ കൺട്രോൾ ചെയ്യാന്നുള്ള, അലൈൻ ചെയ്യാന്നുള്ള. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ആദ്യമേ എന്ത് ചെയ്യാം? ഈ ചൈൽഡിനെ, അതായത് div എന്ന് പറയുന്നത് ബ്ലോക്ക് എലമെന്റ് ആണ്, താഴേക്കേ വരുള്ളൂ. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഇതിനെ ഹൊറിസോണ്ടലി അലൈൻ ചെയ്യണം. അതായത് ഈ പേരന്റിനകത്തുള്ള ചൈൽഡുകളെ ഈ പേരന്റിനകത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അലൈൻമെന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഡിസ്പ്ലേ ഫ്ലെക്സ് പ്രോപ്പർട്ടി. ഞാൻ ആദ്യം കൊടുക്കാം. ഞാൻ നേരെ വന്നിട്ട്, ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ചൈൽഡെ തൊടുന്നേയില്ല. നമ്മളെല്ലാം അപ്ലൈ ചെയ്യാൻ പോകുന്നത് പേരന്റ് മാത്രമായിരിക്കും. പേരന്റിന് മാത്രം പ്രോപ്പർട്ടി കൊടുത്തോണ്ട് അതിനകത്തുള്ള ചൈൽഡുകളെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകാം. പേരന്റിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഓക്കെ ആണല്ലോ. ഇവിടെ പേരന്റ് ആരാ? കണ്ടെയ്നർ ആണ് അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? ഇതിന്റെ ഡിസ്പ്ലേ ഇപ്പൊ കണ്ടല്ലോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഫ്ലെക്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി സെറ്റ്. നമ്മൾ ഡിസ്പ്ലേ തന്നെയാണ്, ഇതിന് വാല്യൂ ആണ് ഫ്ലെക്സ്. പ്രോപ്പർട്ടി ഡിസ്പ്ലേ ആണ്, ഡിസ്പ്ലേ ഫ്ലെക്സ്. കാരണം നമ്മൾ ഇനി അങ്ങോട്ട് ഡിസ്പ്ലേ ഇൻലൈനോ അല്ലെങ്കിൽ ഇൻലൈൻ ബ്ലോക്കോ ഒന്നും ഉപയോഗിക്കില്ല. ഡിസ്പ്ലേ ഫ്ലെക്സ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തപ്പോൾ ഇനി വന്ന് മാറ്റം നൽകുക. എന്ത് സംഭവിച്ചു? ഹൊറിസോണ്ടലി നിങ്ങൾ അലൈനായി, ഓട്ടോമാറ്റിക്കലി അലൈനാവും. നമ്മൾ ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഹൊറിസോണ്ടലിലേക്ക് പോകും. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ മാത്രം, നമ്മൾ നേരത്തെ പൊസിഷൻ കൊടുത്തില്ലേ? അപ്പൊ പൊസിഷൻ നമ്മൾ റിലേറ്റീവോ ആബ്സലൂട്ടോ സ്റ്റിക്കിയോ ഇല്ലേ, അതുപോലെ ഫിക്സഡോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന 4 പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു. ടോപ്പ്, ലെഫ്റ്റ്, ബോട്ടം, റൈറ്റ് ഇല്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്താൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന 2 പ്രോപ്പർട്ടി ഉണ്ട്. 2 അല്ല, 2 കൂടുതലുണ്ട്. ആദ്യം ഇത് പറയാം. ഒന്നാമതാണ് ഗ്യാപ്പ്. അതായത് ഞാൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കൊടുത്തു. ഞാനിവിടെ 20 പിക്സൽ എന്ന് കൊടുത്തു. അതായത് ആ ഡിവിനകത്തുള്ള ചൈൽഡുകളുടെ ഇടയ്ക്കുള്ള സ്പേസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഗ്യാപ്പ് കൊടുക്കുക. മാർജിൻ പോലെ കിടക്കുന്ന വെച്ചാൽ മാർജിൻ അല്ല. ഇല്ല, അതല്ല. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാല് പൊസിഷൻ വെച്ച് മാറ്റാം, അത്രേ പറ്റുള്ളൂ. അത് ചെയ്യാടാ. അതിപ്പോ ഏത് കേസാണെങ്കിലും പൊസിഷൻ വെച്ച് എവിടെ വേണം ഇടാം. പൊസിഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് ഒരു എലമെന്റിനെ സ്ക്രീനിൽ എവിടെ വേണം ഇടാം. മാർജിനാണെങ്കിൽ കയറ്റാം, അവിടെ കയറ്റാം, എവിടെ വേണമെങ്കിലും കയറ്റാം അതിന്. ഓക്കെ, അകത്തും കയറ്റാം, ഒരു എലമെന്റ് അകത്തൊക്കെ വേണം ഇടാലോ. ഓക്കെ, ഇത് മനസ്സിലായോ? ഗ്യാപ്പ് മനസ്സിലായോ? അത് നമ്മുടെ എലമെന്റ് അലൈൻമെന്റ് പോലെ ഇരിക്കും. ഇപ്പൊ ഇവിടുന്ന് റൈറ്റിന് എടുത്തു, നീ ഇവിടെ വെക്കുവാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കും, ലെഫ്റ്റ് എടുക്കും. ഇപ്പൊ കാണിച്ചു തരാം. ഇത് നോക്കിയോ, ഇത് ഗ്യാപ്പ് മനസ്സിലായല്ലോ? ഇതാണ് ഗ്യാപ്പ്. ഓക്കെ, ഗ്യാപ്പ് അവിടെ കിടക്കട്ടെ. ഓക്കെ, ഇനിയുണ്ട് അടുത്തതാണ് അലൈൻ ഐറ്റംസ് ആണല്ലോ. അപ്പൊ ഞാൻ ഇതിന് വാല്യൂ എടുക്കുന്നു സ്റ്റാർട്ട്. ഓക്കെ ആണല്ലോ.
എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അപ്പൊ എന്താ അതിനർത്ഥം? ഇതാണ് ഡിഫോൾട്ട് വാല്യൂ ഇല്ലേ? ഡിഫോൾട്ട് വാല്യൂ ആണ് അത്. ഏറ്റവും ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നു, എങ്ങനെ ഇരുന്നു അത് തന്നെയാണ് സ്റ്റാർട്ട്. ഓക്കെ, ഞാൻ ഇനി അലൈൻ ഐറ്റംസിന്റെ വാല്യൂ സ്റ്റാർട്ട് മാറ്റി എൻഡ് ആക്കുന്നു. ആ പേരിനകത്ത് ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? വെർട്ടിക്കലി നമ്മൾ അലൈൻ ചെയ്തു. എൻഡ് കൊടുത്തപ്പോഴത്തേക്കും ആ പേരിന്റെ ഏറ്റവും ലാസ്റ്റേക്ക് പോയി. ഓക്കെ ആണല്ലോ? ഫൈനൽ പൊസിഷനിലേക്ക് പോയി, എൻഡിലേക്ക് വന്നു. അടുത്താണ് എന്ത്? വെർട്ടിക്കലി സെന്റർ ആക്കാം. അപ്പൊ വെർട്ടിക്കലി ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? അലൈൻ ഐറ്റംസ്. സ്റ്റാർട്ട് എൻഡ് സെന്റർ. ഓക്കെ, പിന്നെ അടുത്താണ് ജസ്റ്റ് ഇത് കിടന്നോട്ടെ. എന്തായാലും കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ അത് പീട്ടാകോ വെച്ചുണ്ടാകോ എന്തായാലും അതിൽ എല്ലാ സാധനത്തിനും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. അടുത്താണ് ജസ്റ്റിഫൈ കണ്ടന്റ്. നമുക്കിപ്പോൾ അതിന്റെ യൂസ് കേസ് നോക്കാം. ജസ്റ്റിഫൈ കണ്ടന്റ്. ഓക്കെ, ഇത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇതിനുണ്ട് വാല്യൂ സ്റ്റാർട്ട്. വ്യത്യാസമുണ്ടോ? ഡിഫോൾട്ട് വാല്യൂ എൻഡ്. വെർട്ടിക്കലി അല്ല, ഹൊറിസോണ്ടലി അല്ലേ? ഹൊറിസോണ്ടലി നമുക്ക് കണ്ടു ചെയ്യാം. ഇനി എന്ത് ചെയ്യാം? സെന്റർ. ആ എലമെന്റ് കറക്റ്റ് സെന്റർ വരും. ഇങ്ങനെ നമുക്ക് സെന്റർ ചെയ്യാം. മനസ്സിലായി? ഇപ്പൊ നമുക്ക് നോക്കിയാൽ ഈ സ്ക്രീനിനകത്ത് നമുക്ക് ഈ സാധനത്തെ സെന്റർ ആണെങ്കിൽ ആദ്യമേ സ്ക്രീനിന്റെ അത്രയും വലിപ്പമുള്ള ഡിബങ് ഇടുക. സെന്റർ കൊടുത്ത് അല്ലെങ്കിൽ ഏറ്റവും സെന്റർ ജസ്റ്റിഫൈ സെന്റർ കൊടുത്ത കറക്റ്റ് സ്ക്രീൻ സെന്റർ വരും. മനസ്സിലായി പറഞ്ഞേ? അതായത് നമുക്കിപ്പോ ഈ ഒരു പർട്ടിക്കുലർ സ്ക്രീനകത്ത് ഈ സെന്ററിലേക്ക് എന്തെങ്കിലും കൊണ്ടുവരണം. നമുക്ക് പൊസിഷൻ ഒക്കെ വെച്ചാൽ കറക്റ്റ് സെന്റർ കിട്ടില്ല. നമുക്ക് പെർസെന്റേജ് കൊടുക്കാൻ പറ്റും, 45% കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് കറക്റ്റ് സെന്റർ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇതില് എന്താ ഈ സ്ക്രീനിന്റെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഒരു ഡിവ് ഇടുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? എന്നിട്ട് അതിന് ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കുക, അല്ലെങ്കിൽ സെന്റർ ജസ്റ്റിഫൈ സെന്റർ കറക്റ്റ് സെന്ററിലേക്ക് വീഴും. സ്ക്രീൻ സൈസ് എടുക്കുക. അങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത് മനസ്സിലായോ? അപ്പൊ ഇതിൽ കൂടുതൽ വാല്യൂസ് ഉണ്ട്. അടുത്താണ് സ്പേസ് ബിറ്റ്വീൻ. സ്റ്റാർട്ട് ഉണ്ട്, എൻഡ് ഉണ്ട്, സെന്റർ ഉണ്ട്. അടുത്താണ് സ്പേസ് ബിറ്റ്വീൻ. നോക്കിക്കോ എന്താ സംഭവിക്കാന്ന്. എല്ലാ എലിമെന്റ്സും തമ്മിൽ ഈക്വൽ സ്പേസ് എടുത്ത് ഇല്ലേ? ഈക്വൽ സ്പേസ് എന്നല്ല, കറക്റ്റ് ഇത് ഈക്വൽ സ്പേസ് അല്ല. ഇത് കറക്റ്റ് പറഞ്ഞാല് എന്താ പറയാ, മാക്സിമം സ്പേസ്, അതാണ് കറക്റ്റ്. എല്ലാ എലിമെന്റ്സും തമ്മിൽ മാക്സിമം എടുക്കാൻ പറ്റുന്ന സ്പേസ് എടുത്ത് ഇത് ഇങ്ങേ അറ്റത്തേക്ക് വന്നു, ഇത് ഇങ്ങേ അറ്റത്തേക്ക് വന്നു. കണ്ടോ? ബാക്കിയെല്ലാം ഈക്വൽ സ്പേസ് ആയിരിക്കും. അത് മാക്സിമം സ്പേസ് എടുക്കുന്നു. എല്ലാ എലിമെന്റ്സും തമ്മിൽ മാക്സിമം കറക്റ്റ് പ്രപ്പോർഷനിൽ മാക്സിമം സ്പേസ് എത്ര എടുക്കാൻ പറ്റുമോ അത്ര. അതാണ് സ്പേസ് ബിറ്റ്വീൻ. ഓക്കെ, ഇനി അടുത്താണ് സ്പേസ് ഈവൻലി. ഈവൻ സ്പേസ്. എല്ലാ ഐറ്റംസും ബോർഡറും എല്ലാം ഈവൻ സ്പേസ്. കണ്ടോ? ഇത് 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 ഈവൻ സ്പേസുകൾ എടുത്തു. ബിറ്റ്വീൻ ആകുമ്പോൾ മാക്സിമം സ്പേസ് എടുക്കും. ഇത് ഈവൻ സ്പേസ് എടുക്കും. ഇനിയുണ്ട് സ്പേസ് അറൗണ്ട്. ഇത് കൊടുത്ത് സംഭവിക്കാന്ന് വെച്ചാൽ ഈ ബോർഡേഴ്സ് ഉണ്ടോ, ഇതൊരു സ്പേസ് എടുക്കും. ഈ സ്പേസും ഈ സ്പേസും ഈക്വലായിരിക്കും. അതായത് ഈ ബോർഡേഴ്സ് നോക്കിയാൽ ഈ എലമെന്റിന്റെ ബോർഡറും, അതായത് ഈ എലമെന്റിന്റെ ബോർഡറും ഈ സ്പേസ് ഉണ്ടല്ലോ, ഈ സ്പേസും ഈ ലാസ്റ്റ് എലമെന്റിന്റെ ബോർഡറും, ലാസ്റ്റ് എലമെന്റും അതിന്റെ ആ ഒരു പേരിന്റെ ബോർഡർ തമ്മിലുള്ള സ്പേസ് ഈക്വൽ ആയിരിക്കും. ഈ എലമെന്റ്സുകൾ തമ്മിലുള്ള സ്പേസ് ഈക്വൽ ആയിരിക്കും. അതായത് ഇത് രണ്ടും ഈക്വൽ അല്ല. ഈ സ്പേസും അതായത് എലമെന്റ്സുകൾ തമ്മിലുള്ള സ്പേസ് ഈക്വൽ ആയിരിക്കും. ഈ സ്പേസും ഈ സ്പേസ് ഈക്വൽ ആയിരിക്കും. അത് പേരന്റും ഫസ്റ്റ് എലമെന്റും തമ്മിലുള്ള സ്പേസും പേരന്റും ലാസ്റ്റ് എലമെന്റും തമ്മിലുള്ള സ്പേസ് ഈക്വൽ ആയിരിക്കും. പിന്നെ എലമെന്റ്സുകൾ തമ്മിലുള്ള സ്പേസ് വേറെ സ്പേസ് ആയിരിക്കും, അത് ഈക്വൽ ആയിരിക്കും. അവ തമ്മിലുള്ള സ്പേസ് ഈക്വൽ ആയിരിക്കും. ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഗ്യാപ്പ് ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഇതിന് പിന്നെ കറക്റ്റ് ആ ഒരു ഈവൻലി സ്പേസ് എടുക്കുള്ളൂ. മനസ്സിലായോ? അപ്പം ഇതാണ് സംഭവം. അപ്പം ഇതിന് നമ്മൾ എന്ത് ചെയ്യും? സ്പേസ് അറൗണ്ട് ഇവിടെ കമന്റ് ചെയ്യണം. സ്റ്റാർട്ട് ഉണ്ട്, എൻഡ് ഉണ്ട്, സെന്റർ, സ്പേസ് അറൗണ്ട്, സ്പേസ് ബിറ്റ്വീൻ, സ്പേസ് ഈവൻലി. ഇത്രയാണുള്ളത്. ഒക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും സാധനം വെച്ച് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇതിനെ അലൈൻ ചെയ്യാം. ഇനി ഇതിനെ വെർട്ടിക്കലിയും വേറെ രീതിയിലും അലൈൻ ചെയ്യാം. ഓക്കെ, നമ്മൾ ആദ്യം ഇത് പഠിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണെന്ത്? ഫ്ലെക്സ്. ഇതൊക്കെയാണല്ലോ. ഇനി വേറൊരു കാര്യം,
കണ്ടന്റ് കേട്ടാ. ഞാൻ ഇവിടെ നോക്കിയേ, ഞാൻ കുറെ എലമെന്റ്സ് ആഡ് ചെയ്തത്. ഞാൻ എത്ര എലമെന്റ്സ് ആഡ് ചെയ്താലും ഓക്കെ, അപ്പം ഇതിന്റെ പ്രത്യേകത നമ്മൾ എത്ര എലമെന്റ്സ് ആഡ് ചെയ്താലും ഇതിന് നമ്മൾ ഓൾറെഡി ഒരു വിഡ്ത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട് 70 പിക്സൽ. ഞാനിപ്പം ഒരുപാട് ആഡ് ചെയ്തപ്പം ഇതിന്റെ വിഡ്ത്ത് 70 പിക്സൽ തന്നെയാണോ? അല്ല. ഇതെന്ത് വെച്ചാൽ ആ ഒരു പേരന്റിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ കൊടുത്തേക്കുന്ന വിഡ്ത്ത് ഉണ്ടാവും, അത് ആ ഒരു ഇപ്പൊ അതിനിരിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ആ വിഡ്ത്തിൽ അത് വരുള്ളൂ. കൂടുതൽ എലമെന്റ്സ് വന്നാൽ എന്ത് ചെയ്യും, അവിടെ ഇരിക്കാൻ വേണ്ടി ഇതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. മനസ്സിലായി? അപ്പൊ പേരന്റിനകത്ത് ഇരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, വിഡ്ത്ത് കുറഞ്ഞ് എല്ലാം മാക്സിമം ഇവിടെ തന്നെ എന്ത് ചെയ്യും, ഇരുത്താൻ നോക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി ഞാൻ ഇതിന് ഒരു ഹൈറ്റ് കൊടുക്കുന്നില്ല നോക്കാം. അപ്പൊ നോർമലി എന്തെടുക്കും, അപ്പൊ നമുക്ക് ആ ഒരു ചെറിയൊരു പാഡിങ് കൊടുക്കാം ഇതിന്. കുറച്ച് മനസ്സിലാവും. ഓക്കെ, കണ്ടല്ലോ? അതായത് ഞാൻ ആ ഒരു എലമെന്റിന് ഹൈറ്റ് കൊടുത്തിട്ടില്ല. ഓക്കെ ആണല്ലോ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അതിനകത്തുള്ള കണ്ടന്റിന് ഒരു വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട് 70 പിക്സൽ. പക്ഷെ എന്ത് ചെയ്തു, നമ്മൾ ഒരുപാട് കണ്ടന്റ് വന്നപ്പം എന്ത് ചെയ്തു, അതിനെല്ലാം അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ആ കണ്ടന്റ് എല്ലാം വിഡ്ത്ത് കുറഞ്ഞ് കറക്റ്റ് ആയിട്ട് അക്കോമഡേറ്റ് ചെയ്തു. എത്ര ഉണ്ടോ അതെല്ലാം അക്കോമഡേറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി ഞാനിവിടെ വേണ്ട പേരന്റ് തന്നെ ഫ്ലെക്സ് റാപ്പ് എന്ന് പറഞ്ഞ പേരുണ്ട്. ഓക്കെ, ഞാനിത് റാപ്പ് എന്ന് കൊടുത്തു. ഫ്ലെക്സ് റാപ്പ്. ഇപ്പൊ സംഭവിച്ചു, ഫ്ലെക്സ് റാപ്പ് കൊടുക്കുമ്പോഴത്തേക്കും ഇത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനൊരു വിഡ്ത്തുണ്ട് എല്ലാ കണ്ടന്റിനും, അതായത് എല്ലാ ചൈൽഡിനും വിഡ്ത്തുണ്ട് ഇല്ലേ? ഇതിനൊരു വിഡ്ത്തുണ്ട് ഉണ്ടല്ലോ. അപ്പം കറക്റ്റ് അതേ വിഡ്ത്തിൽ എത്ര എണ്ണം ഫസ്റ്റ് ലൈന് സെറ്റ് ആവോ അത്രയും വരും. അടുത്ത കണ്ടന്റുകളോ അടുത്ത ലൈനിലേക്ക് വരും. മനസ്സിലായോ? ഇത് ഫ്ലെക്സ് റാപ്പ് കൊടുത്താൽ മാത്രമേ ഇത് വരുള്ളൂ, ഇല്ലെങ്കിൽ അത് വരില്ല. മനസ്സിലായി പറഞ്ഞേ? അതായത് നമ്മൾ പറയാം, അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്തു, നമ്മൾ ആദ്യം ഒരു പേരന്റ് ഇട്ടു. ഈ പേരന്റിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, കുറെ എലമെന്റ്സ് ഇട്ടു, ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തു. ഫ്ലെക്സ് കൊടുക്കുന്ന സമയത്ത് ഇതെന്താ ശ്രമിക്കുക, ഇത് ആ ഒരു സിംഗിൾ ലൈനിൽ തന്നെ എല്ലാത്തിനും അക്കോമഡേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ പൊതുവേ ഇപ്പൊ നമുക്ക് അറിയാം, നമുക്ക് ഒരു പേരന്റ് ഉണ്ടാവും, പേരന്റിൽ ഇപ്പൊ ഒരു വിഡ്ത്ത് കാണും, അതിനകത്തുള്ള ചൈൽഡിനും വിഡ്ത്ത് കാണും. നമ്മൾ ഇതെല്ലാം കൂടെ ആഡപ്പ് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, ഈ പേരന്റിനെ കവിഞ്ഞു പോകും. അപ്പൊ സാധാരണഗതിയിൽ എന്താ വരിക, ഓവർഫ്ലോ ചെയ്ത് പുറത്തോട്ട് വരണം. ഫ്ലെക്സ് ആണെങ്കിൽ ഇത് പുറത്തോട്ട് വരില്ല, പകരം എന്ത് ചെയ്യും, ചൈൽഡിന്റെ സൈസ് കുറഞ്ഞിട്ട്, അതായത് വിഡ്ത്ത് കുറഞ്ഞിട്ട് ഉള്ളിൽ തന്നെ അങ്ങ് നിൽക്കാൻ ശ്രമിക്കും. അത് മനസ്സിലായിരുന്നു നിങ്ങൾ നേരത്തെ കണ്ടില്ലേ? നമ്മൾ എല്ലാ ചൈൽഡിനും 70 പിക്സൽ ആയിരുന്നു വിഡ്ത്ത് കൊടുത്തിരുന്നത്. പക്ഷേ എന്ത് ചെയ്തു, നമ്മൾ ഒരുപാട് ചൈൽഡ്, അതായത് ഒരു 10-15 ചൈൽഡ് ആഡ് ചെയ്തപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, സൈസ് കുറഞ്ഞ് അതിനകത്ത് തന്നെ ഇരിക്കാൻ ശ്രമിച്ചു. അതാണ് നേരത്തെ സംഭവിച്ചത്. നമ്മൾ ഫ്ലെക്സ് റാപ്പ് കൊടുത്തില്ലെങ്കിൽ സംഭവിക്കുന്നേക്കോ, എല്ലാം കൂടെ ആ ഒരു സിംഗിൾ പേരന്റിനകത്ത് ആ സിംഗിൾ ലൈനിൽ ഇരിക്കാൻ ശ്രമിക്കും. ഇതിന്റെ സൈസ് നോക്കിയേ, ഇതിന്റെ വിഡ്ത്ത് 70 ആണോ? അല്ല, ഇല്ലേ? അതെന്ത് ചെയ്തു, കുറഞ്ഞു. നമ്മൾ 70 കൊടുത്തപ്പോ ഉണ്ട്, പക്ഷെ എന്നാലും അത് എടുക്കില്ല, മാക്സിമം 70 എടുക്കും, പിന്നെ കുറയും. കാര്യം എല്ലാത്തിനും അക്കോമഡേറ്റ് ചെയ്യണമല്ലോ. അതിന് പകരം നമ്മൾ ഫ്ലെക്സ് റാപ്പ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുത്താൽ സംഭവിക്കുന്ന വെച്ചാൽ, ഇപ്പം പേരന്റ് ഒരു വിഡ്ത്ത് കാണും ഇല്ലേ, അത്രയും വിഡ്ത്ത് ഇപ്പൊ എത്ര ചൈൽഡ് ഇരിക്കുമോ അത്രയും ചൈൽഡ് ആദ്യത്തെ ലൈന് വരും. ഇനി അത് കഴിഞ്ഞ് വന്നാൽ എന്തില്ല, അത് കവിയത്തുമില്ല, അവിടെ തന്നെ അക്കോമഡേറ്റ് ചെയ്യത്തില്ല, അടുത്ത ലൈനിലേക്ക് വരും, ഓട്ടോമാറ്റിക്കലി വരും. അതെ, അതിന്റെ കാര്യം വെച്ചാൽ നമ്മളിവിടെ സ്പേസ് റൗണ്ട് കൊടുത്തോണ്ടാ. അതായത് സ്പേസ് റൗണ്ട് കൊടുക്കുമ്പോൾ സംഭവിക്കുക, ഇവ തമ്മിലുള്ള സ്പേസ് എടുക്കില്ലേ, ഈക്വൽ സ്പേസ് എടുക്കും. ഇതിന്റെ ഇത്രയും എലമെന്റ്സ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് അത് ഫീൽ ചെയ്യാത്തത്. ഞാനിപ്പോ ഇത് സ്റ്റാർട്ട് കൊടുക്കുകയാണെന്ന് വെച്ചോ, ഒന്നുണ്ടോ? മനസ്സിലായത്? നമുക്ക് ഇങ്ങനെ കൊടുത്തിട്ട് വേണം ഗ്യാപ്പ് കൊടുക്കാം. കണ്ടോ? മനസ്സിലായത്? അപ്പൊ ഇതാണ് എന്ത്, ഡിസ്പ്ലേ, ഫ്ലെക്സും അതിന്റെ ബാക്കിയുള്ള എന്തൊക്കെയുണ്ട്, അലൈൻ ഐറ്റംസ്, ജസ്റ്റിഫൈ കണ്ടന്റ്, ഫ്ലെക്സ് റാപ്പ്, ഗ്യാപ്പ്. അപ്പൊ അലൈൻ ഐറ്റംസ് എന്തിനായിരുന്നു, അതിനെ വെർട്ടിക്കലി ആ പേരിനകത്ത് വെർട്ടിക്കലി അലൈൻ ചെയ്യാൻ പറ്റും. സ്റ്റാർട്ട് ഉണ്ട്, സെന്റർ ഉണ്ട്, എൻഡ് ഉണ്ട് അല്ലെ. പിന്നെ ജസ്റ്റിഫൈ കണ്ടന്റ് എന്തിനായിരുന്നു, ഹൊറിസോണ്ടലി അലൈൻ ചെയ്യാൻ. അതിനൊരു സ്റ്റാർട്ട് ഉണ്ട്, എൻഡ് ഉണ്ട്, സെന്റർ ഉണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട്, സ്പേസ് അറൗണ്ട്, സ്പേസ് ബിറ്റ്വീന്, സ്പേസ് ഈവൻലി. പിന്നെ ഫ്ലെക്സ് റാപ്പിന് നോ റാപ്പും ഉണ്ട്, റാപ്പും ഉണ്ട്. നോ റാപ്പ് ആണ് ഡിഫോൾട്ട് വാല്യൂ,
നമ്മൾ പൊതുവെ റാപ്പ് കൊടുക്കും. കാര്യം വെച്ചാൽ നമുക്കിപ്പം എന്താ ഡിസൈൻ കാണിക്കാനാണെങ്കിൽ OLX ഡിസൈൻ തന്നെ കാണിച്ചോക്കെ. ഇപ്പം ഈ കാർഡ് നോക്ക്, കണ്ടോ? പുതിയൊരു കാർഡ് വരുമ്പോൾ എന്ത് സംഭവിക്കണം? ഇപ്പൊ പുതിയൊരു പോസ്റ്റ് ഒരാൾ ആഡ് ചെയ്തെന്ന് വെച്ചോ. അപ്പം ഇത് നോക്കിയേ, ഇതിപ്പോ ഇവർ ചെയ്തേക്കെന്ന് വെച്ചാൽ ഈ ഇത്രയും കാർഡുകളില്ലേ ഒരു വലിയൊരു പേരന്റ് ഇട്ടേക്കുക. എന്നിട്ട് എന്ത് ചെയ്തു, അതിനകത്തുള്ള ഓരോരോ ബോക്സുകളാണ് ഇതെല്ലാം. ഓരോ ഒരു മെയിൻ പേരന്റ് ആണ്. ആ മെയിൻ പേരന്റ് ഡിസ്പ്ലേ ഫ്ലെക്സും അതുപോലെ ഫ്ലെക്സ് റാപ്പും ഗ്യാപ്പും കൊടുത്തേപ്പുണ്ട്. അതാണ് ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ അലൈൻ ആവുന്നത്. ഇനി എന്ത് ചെയ്യും, പുതിയൊരു പോസ്റ്റ് ആഡ് ചെയ്ത് എന്ത് ചെയ്യണം, അത് ഇവിടെ വരുമല്ലോ. അപ്പൊ എന്ത് ചെയ്യും, അത് അടുത്ത എലമെന്റ് ആയിട്ട് വന്നോളൂ ഓട്ടോമാറ്റിക്കലി, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഇപ്പൊ ഈ കേസൊക്കെ വെച്ചാൽ നമ്മൾ ശരിക്കും ഈ ഡേറ്റയൊക്കെ നമ്മളിപ്പോൾ ചെയ്യുന്നത്, നമ്മൾ പൊതുവെ എന്ത് ചെയ്യുന്നു, ഫുൾ കോഡ് നമ്മളിവിടെ എഴുതി വെക്കുന്നു. ശരിക്കും ഇങ്ങനെയല്ല, ഫുൾ പ്രോഗ്രാമാണ്. ഒരു ഡിവ് പോലും കാണത്തില്ല, അതെല്ലാം ഡേറ്റാബേസിൽ നിന്ന് വരുന്ന 10. ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും സെർച്ച് ചെയ്തെന്ന് വെച്ചോ, അപ്പൊ അവിടുന്ന് 10 ഡേറ്റ വന്നാൽ 10 കാർഡ് കാണിക്കണം, 20 ഡേറ്റ വന്നാൽ 20 കാർഡ് കാണിക്കണം. നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്ലെക്സ് കൊടുത്തിട്ട് കഴിഞ്ഞാൽ ആ കാർഡ് വരാനുള്ള കോഡ് നമ്മൾ എഴുതും, സ്റ്റൈൽ ഓട്ടോമാറ്റിക്കലി വന്നോളും. മനസ്സിലായോ? ഒരു നിനക്കത് കുറച്ചുകൂടെ നമ്മൾ ഇനി അങ്ങോട്ട് റിയാക്ട് ഒക്കെ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അവിടെ നമ്മൾ ഇതെല്ലാം ചെയ്യും. ജസ്റ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പൊ നിങ്ങൾ ആദ്യം ഇതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കിയേ.
ജസ്റ്റിഫൈ കണ്ടും അല്ലെങ്കിൽ ഐറ്റംസ് ആണോ? അത് ഉണ്ട്. അത് അടുത്ത വേറെ പ്രോപ്പർട്ടി മേടിക്കാൻ പറഞ്ഞു. കാണില്ല. ഞാൻ ഈ അലയൻസ് ഐറ്റം സെന്റർ കൊടുത്തപ്പോഴേ ഫ്ലെക്സ് കൊടുത്തപ്പോഴേക്കും കൊടുത്ത ബോക്സ് സ്ക്യൂബ് ആയി പോയി. സ്ക്യൂബ് ആയി പോയി, കംപ്രസ് ആയി ഹൈറ്റ്. നോക്കട്ടെ. സെയിം ആണ് എനിക്ക് തോന്നുകയാണ്. ഇങ്ങനെ പെട്ടെന്ന് പോയി അത് മാർജിനല്ല, മാർജിനിലേക്ക് പോയത് തോന്നിയത്. ജസ്റ്റിഫൈ കണ്ടിട്ട് നിനക്ക് ഒരു സോണില് അലൈൻ ചെയ്യാം. മറ്റേ സെന്റേഴ്സ് എന്നൊക്കെ ഉള്ള ഇതിനകത്ത് കൂടുതലും മറ്റേ അമേരിക്കൻ ഇംഗ്ലീഷ് ആണ്. കളറും അതുപോലെ സിയോ യെല്ലോ ആർ കളറാണ്. സ്കൂളിന്റെ പ്രശ്നമായിരുന്നു. ഞങ്ങളുടെ 7ാം ക്ലാസ് വരെ ടീച്ചിങ്. ആണോ? അത് കഴിഞ്ഞിട്ട് പിന്നെ ലിറ്ററേച്ചർ ബുക്ക് ഇംഗ്ലീഷ്. നീ യൂണിവേഴ്സിറ്റി ആയിരുന്നു? ഐസിസി ആയിരുന്നു? സിലബസ് ലിറ്ററേച്ചർ ബുക്സ് അത് വന്നപ്പോഴേക്കും നേരെ മാറ്റി ഇംഗ്ലീഷ്.
നിങ്ങൾ കണ്ടായിരുന്നു സിലബസ് കണ്ടായിരുന്നു ആണോ? ഞാൻ അതിന് കസ്റ്റമേഴ്സ് ഫിറ്റ് ആ ഈ ഓവർഫ്ലോ ആവാതെ ഏതാ നിങ്ങൾക്ക് ഏത് കേസിൽ ഓവർഫ്ലോ താഴേക്ക് വന്നപ്പോഴാണോ ഓവർഫ്ലോ ആയത്? നിനക്ക് ഓവർഫ്ലോ ആയതോ അതോ എല്ലാം കൂടെ സൈസ് പറഞ്ഞോ? നോക്കട്ടെ. അത് ഇങ്ങനെ ഐറ്റംസ് ആക്കി ചെയ്തില്ല, അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയ കാര്യമില്ല. മാറ്റത് അത് പോടാ, അത് നീ ഹൈറ്റ് മാറ്റിയല്ലേ? പേരില്ല ഹൈറ്റ് എന്തായാലും പേരിന്റെ ഹൈറ്റ് അപ്പൊ നീ അവിടെ 200 ആണെങ്കിൽ താഴേക്ക് വരുമ്പോ ശരിക്കും 200 കവിഞ്ഞു പോകല്ലോ. അപ്പൊ പേരിന്റെ ഹൈറ്റ് അവിടെ തന്നെ നിൽക്കും. ഒന്നേ അതിന് ഹൈറ്റ് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ വലിയ ഹൈറ്റ് കൊടുക്കുക. ഇത് ഓക്കെ ആയോ? ചെയ്തെല്ലാരും നോക്കി മനസ്സിലാക്കിയ പെട്ടെന്ന്. ചെയ്ത് കഴിഞ്ഞോ എല്ലാരും? ഇത് കഴിഞ്ഞോ? റൈറ്റിൽ ടോപ്പിൽ വരണം നിനക്ക്. അങ്ങനെയാണെങ്കിൽ നിനക്ക് നീ അലൈൻ ഐറ്റംസ് സ്റ്റാർട്ട് കൊടുക്കണം, ജസ്റ്റിഫൈ കണ്ടന്റ് എൻഡ് കൊടുക്കണം. ജസ്റ്റിഫൈ കണ്ടന്റ് എൻഡ്.
ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായില്ലേ? അപ്പൊ ഇത് വെച്ച് നമുക്ക് എന്തും ബിൽഡ് ചെയ്യാം. ആക്ച്വലി ഏത് അലൈൻമെന്റ് മുകളിൽ നമുക്ക് ബിൽഡ് ചെയ്യാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ആദ്യം ഒരു നാവിഗേഷൻ ബാർ ബിൽഡ് ചെയ്യാം. നാവിഗേഷൻ ബാർ എന്ന് പറഞ്ഞാൽ എന്താ അറിയാം നിങ്ങൾക്ക്? നാവിഗേഷൻ ബാർ ഈ ബാർ മാപ്പിന്റെ തന്നെടാ. ഇതിന്റെ കേസിൽ നാവ് ബാർ, നാവിഗേഷൻ ബാർ അഥവാ നാവ് ബാർ. അതായത് പൊതുവെ നമ്മളിപ്പം ഈ ഒരു ബാർ നോക്കിയാൽ നമ്മുടെ ഈ ഒരു എല്ലാ പേജുകളും നമുക്ക് പോവാം. ഇല്ല, പൊതുവെ നമ്മുടെ വെബ്സൈറ്റിന്റെ എല്ലാ പേജുകളിലേക്കും പോകാൻ വേണ്ടി ഈ ബാറാണ് ഉപയോഗിക്കുക. ഇതിനകത്ത് ചിലപ്പോൾ കാണും പല പല പേജിലേക്ക് പോകാനോ അല്ലെങ്കിൽ പല പല കാര്യങ്ങളുണ്ട്. അപ്പൊ സെല് ചെയ്യാനുള്ള പേജിലേക്ക് പോകണമെങ്കിൽ സെല് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. സൈഡ് വരാം. അതിന് സൈഡ് ബാർ എന്നാണ് പൊതുവെ പറയാം. ഇത് മോളിൽ ഇരിക്കുന്ന ബാറിന് നാവ് ബാർ എന്ന് പറയും. നാവിഗേഷൻ ബാർ അഥവാ നാവ് ബാർ. അപ്പൊ ഒരു നാവ് ബാർ നമുക്ക് ബിൽഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ബേസിക് ഒരു നാവ് ബാർ. അപ്പൊ നമുക്ക് അതിന് ആദ്യം ഒരു ഡിസൈൻ ചെറിയൊരു നാവ് ബാർ. നമുക്ക് വേണ്ടത് ചെറിയൊരു നാവ് ബാർ ആണ്. ഇതിന്റെ ഇവിടെ ചുമ്മാ ഒരു ലോഗോ എന്തായാലും ചുമ്മാ നമുക്ക് തൽക്കാലം ടെക്സ്റ്റ് തന്നെ ഇടാം. എന്നിട്ട് ഇവിടെ ഹോം, എബൌട്ട്, സെറ്റിങ്സ് ഒക്കെ ആണല്ലോ. ഇവിടെ നമുക്കൊരു മെയിൻ ലോഗോയും ഇവിടെ ഹോം, എബൌട്ട്, സെറ്റിങ്സ് ഇങ്ങനെ വരണം. അപ്പൊ ഇതെങ്ങനെ ബിൽഡ് ചെയ്യാം നോക്കാം. മനസ്സിലായി? ഇതാണ് ഡിസൈൻ. ഒന്നും ഇനി നോക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ? ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിനായിട്ട് 18 ഫ്ലെക്സ് ആവുന്നിടാം. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ഞാൻ ചെയ്യാൻ പാടില്ല, നിങ്ങൾ നോക്കിക്കോ. നിങ്ങളായിട്ട് ഇങ്ങോട്ട് പറയണം എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. ഒന്നാമത്തെ കാര്യം നമ്മൾ ആദ്യം ഇതിട്ടു. ഇനി അടുത്ത് എന്താ? നമുക്ക് വേണം ഒരു ഡിവ് ഇടാം. അപ്പൊ ഡിവിന് ഡോട്ട് നാവ് ബാർ എന്ന് ഞാൻ പേര് കൊടുത്തു. ഇനി എന്ത് വേണം? കണ്ടന്റ് ഒക്കെ പിന്നിടാം. ഡൈമെൻഷൻസ് വേണം. അപ്പൊ എന്താ കൊടുക്കാം? സ്റ്റൈലിലേക്ക് വന്നു. നമ്മൾ ബോക്സ് സൈസിങ് എന്ന് പറഞ്ഞ സാധനം പഠിച്ചില്ലല്ലോ. ഓക്കെ 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 പഠിക്കാം. നാളെ ഒന്ന് ഉറപ്പിക്കണേ ബോക്സ് സൈസിങ്. ഓക്കെ, ഇനി എന്താ വേണ്ട നമുക്ക്? വിട്ട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നാവ് ബാർ എന്ന് പറയുമ്പോൾ ഫുൾ വിട്ടാ. ഓൾറെഡി ഫുൾ വിട്ട് ഉണ്ട്, വേണ്ട. ഇനി എന്ത് കൊടുക്കണം? ഹൈറ്റ് കൊടുക്കാം. ഡോട്ട് നാവ് ബാർ ഹൈറ്റ് നേരെ 55 പിക്സൽ കൊടുക്കും. ചെറിയ ഹൈറ്റ് മതി. ഇനി ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ബ്ലാക്ക് കൊടുക്കുന്നു. ഇതല്ലേ ബാക്ക്ഗ്രൗണ്ട് കളർ. ഇനി അത് കളർ നമുക്ക് വൈറ്റ് ആക്കാം, ടെക്സ്റ്റിന്റെ കളർ. ഓക്കെ, ഇപ്പൊ എന്ത് പറ്റി? നാവ് ബാർ വന്നു, പക്ഷെ ഇവിടെ എന്ത് പ്രശ്നമുണ്ടല്ലോ. എന്ത് ചെയ്യണം? എന്തിന്? എവിടെ? സ്റ്റാർ കൊടുക്കാം. സ്റ്റാർ എല്ലാത്തിനും അപ്ലൈ ആവും. മാർജിൻ 0. ഓക്കെ, ഇനി എന്ത് വേണം? ഇനി കണ്ടന്റ് ആഡ് ചെയ്യാം. അപ്പൊ അത് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു H1 ടാഗ് 3H എന്തെങ്കിലും കൊടുത്താലോ. പിന്നെ അപ്പം ഈ സൈഡിലുള്ള സാധനമായി. ഇതാണ് ലോഗോ ചുമറിയായിരുന്നത്. പിന്നെ ഇവിടെ ഹോം, എബൌട്ട്, സെറ്റിങ്സ് നമുക്ക് എന്ത് ചെയ്യാം? പി ടാഗുകളാക്കാതെ. ഇത് എബൌട്ട്, ഇത് സെറ്റിങ്സ്. ഓക്കെ, ഇത് വീണു. ഒന്നുമില്ലല്ലോ, ഹോം ഇതേ ഇല്ല. എന്ത് ചെയ്യണം? കളർ മാറ്റാം. അപ്പം കളർ മാറ്റുന്നത് എങ്ങനെ മാറ്റും? ഡിബിന് കൊടുത്താൽ മതി. ഡിബിനകത്തുള്ള എല്ലാ എലിമെന്റ്സിനും അപ്ലൈ ആയിക്കോളും. നമ്മൾ H1 P നമ്പർ സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ? വെറൈറ്റി ആക്കണമെങ്കിൽ സെപ്പറേറ്റ് കൊടുക്കണം. ഇപ്പൊ എല്ലാത്തിനും സെയിം കളറാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എന്ത് വേണം? ഇങ്ങനെ വരണം. എന്ത് ചെയ്യാം? ആർക്ക് കൊടുക്കണം? ഇനി നോക്കിയേ, നമ്മൾ കൊടുത്തു. ഓക്കെ, ഇനി നോക്കിയേ, ഇവിടെ കണ്ടോ? ഇത് ശരിക്കും നമ്മുടെ ഈ ഒരു നിങ്ങൾ എന്താ ഒരു വെർട്ടിക്കൽ ഡാഷ് ആണ് നോക്കുകയാണ്, സെന്റർ അല്ല. ഇല്ല, ഇതിനകത്തുള്ള ടെക്സ്റ്റ് ഒന്നും വെർട്ടിക്കൽ ഡാഷിന് സെന്റർ അല്ല. അപ്പൊ വെർട്ടിക്കൽ ഡയറക്ഷനിൽ സെന്റർ ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം?
അലൈൻ ഐറ്റം സെന്റർ കൊടുത്താൽ എല്ലാം പ്രത്യേക സെന്റർ. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി നമ്മുടെ ആവശ്യം എന്താ? ഈ ഹോം എബൌട്ട് സെറ്റിംഗ്സ് എവിടെ വരണം? എങ്ങനെ വരുത്താം? ഗ്യാപ്പ് കൊടുത്തു സംഭവിക്കുക എല്ലാത്തിനും ഗ്യാപ്പ് വരും. ഓക്കെ, ഇവിടെ വരണം. ഇത് മാത്രം ഇവിടെ വരണം. എങ്ങനെ ചെയ്യാം? ചേട്ടാ, നമുക്കിത് ചെയ്യാൻ വേണ്ടി എളുപ്പം ചെയ്യാൻ വേണ്ടിയുള്ള വഴി എന്താ വെച്ചാൽ, ഞാൻ ഈ പീറ്റാകൾ ഉണ്ടല്ലോ, ഈ 3 പീറ്റാകളെ ഞാൻ ഡിവൈഡ് ഇടാൻ പോവാം. ഡോട്ട് റൈറ്റ്. അപ്പൊ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഡിവ് ഇട്ടു. ആ ഡിവിനകത്തേക്ക് ഞാൻ ഈ 3 പീറ്റാകളെ ഇടാൻ പോണേ. ഓക്കെ, ഇപ്പൊ ഇതെങ്ങനെ വരും? ഞാൻ ഇതിന് ഈ ഒരു റൈറ്റിനെ കാണാൻ വേണ്ടി അതിന് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നു, ഓറഞ്ച്. ഓക്കെ, ഞാൻ ഈ നവബാർ എന്ന് പറഞ്ഞ ഡിവിനകത്ത് ഒരു H1 ടാഗ് ഇട്ടു, വേറെ ഡിവ് ഇട്ടു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ആ H1 ടാഗ് ഇവിടെയും വരും, വേറെ ഡിവ് ഇവിടെയും വരും. കാര്യം എന്താ? നമ്മൾ ആ നവബാറിന് ഫ്ലെക്സ് കൊടുത്തിട്ടുണ്ട് ഇല്ലേ? ആ നവബാറിന് ഫ്ലെക്സ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുക? താഴേക്ക് വരും. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ? ഓക്കെ ഓക്കെ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന നോക്കിയോ, ഞാൻ ഇതിന് ജസ്റ്റിഫൈ കണ്ടന്റ് സ്പേസ് അറൗണ്ട് കൊടുക്കുന്നു. അറൗണ്ട് വേണ്ട, വിറ്റിയും കൊടുക്കാം. ഇതിങ്ങേറ്റത്തും ഇതിങ്ങേറ്റത്തുമായി ആയല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ അതിനൊന്ന് ഇങ്ങനെ അറ്റത്ത് പോയിരിക്കുന്ന ഒരു രസമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഏനാ റൈറ്റിന് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ, പേരന്റല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതായത് ഇത് ഇങ്ങേറ്റത്തും ഇത് ഇങ്ങേറ്റത്തും പോയത്. ഇതിനകത്തല്ലേ? ഇതിനകത്തെ കാര്യമാണ് ചോദിക്കുന്നത്. അത് നമുക്ക് കൊടുക്കാം. അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അത് ഇതിന്റെ ഇതൊന്ന് പൊസിഷൻ കറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനായിട്ട് ഞാൻ കണ്ടിട്ട് പാഡിങ് കൊടുക്കും. ടോപ്പും ബോട്ടവും കൊടുക്കുന്നില്ല. 0 ലെഫ്റ്റും റൈറ്റും ഒരു 40 പിക്സൽ. ഈ സ്പേസ് ഇവിടെ സ്പേസ് വന്നു. കാര്യം ഞാൻ ഈ പാഡിങ് കൊടുത്ത ആർക്കാന്ന് നോക്കിയേ? നവബാറിന്. അപ്പൊ നവബാറിന്റെ ലെഫ്റ്റിലും റൈറ്റിലും സ്പേസ് വരും. ടോപ്പും ബോട്ടും ഞാൻ കൊടുത്തിട്ടുമില്ല. ഇത്ര നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഓക്കെ, ഇനി എന്റെ ആവശ്യം എന്താ? ഇത് ഇങ്ങനെയല്ല കിടക്കണ്ടേ അല്ലേ? അപ്പൊ അതിനെന്ത് ചെയ്യാം? അതിനും ഫ്ലെക്സ് കൊടുക്കണം. ഡിസ്പ്ലേ ഫ്ലെക്സ് അല്ലേ? ഇനി എന്ത് ചെയ്യാം? ഗ്യാപ്പ് കൊടുക്കാം. ഗ്യാപ്പ് കൊടുത്താൽ പോരെ? 30 പിക്സൽ ഗ്യാപ്പ്. എന്ത് ചെയ്യാം? കളർ മാറ്റിയാൽ വന്നില്ലേ? അതായത് ഞാൻ ആദ്യം ഒരു മെയിൻ ഡിവ് ഇട്ടു, അതിനകത്ത് ഒരു H1 ടാഗ് ഇട്ടു, വേറെ ഡിവ് ഇട്ടു. കാര്യം എന്താ? എനിക്ക് ഇതിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യണം. അതുകൊണ്ട് എന്ത് ചെയ്തു? ഞാൻ അതിന് ജസ്റ്റിഫൈ കണ്ട് സ്പേസ് വിറ്റിയും കൊടുത്തപ്പോൾ ഇത് രണ്ട് ഭാഗത്തായി. എന്താ? അതിനകത്തുള്ള ആ ഡിവിനകത്തുള്ള എലമെന്റ്സിനെ എനിക്ക് ഫ്ലെക്സ് ആക്കാൻ വേണ്ടി അതിന് ഫ്ലെക്സ് ചെയ്തു. മനസ്സിലായോ? വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഒരു എക്സ്ട്രാ ഡിവ് ഇട്ടിട്ട് നമ്മൾ പെട്ടെന്ന് ചെയ്ത് തീർത്ത്. അധികം ഒന്നും നമ്മൾ എഴുതിയിട്ടില്ല. കണ്ടോ? ഇത്രയും സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തേ? നമ്മൾ ഇവിടെ മാത്രം കുറച്ച് കോഡ് എഴുതിയേ ഉള്ളൂ. മനസ്സിലായോ? ഫ്ലെക്സ് കൊടുത്ത് മനസ്സിലായോ? മൂവി മനസ്സിലായോ? ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി. നമ്മൾ ഇങ്ങനെ പലയിടത്തും ഇതുപോലെ പല ഡിവുകൾ ഇട്ട് തിരിച്ചാണ് എല്ലാം എഴുതുക. ഓക്കെ, നമ്മുടെ OLXന്റെ കേസ് നോക്കുകയാണെങ്കിൽ OLXനകത്ത് നോക്കിയേ, ഇതുണ്ടോ? ഇത് നവബാറ. ഇതെല്ലാം ഇവർ ഫ്ലെക്സ് കൊടുത്തേക്കുക. പല കണ്ടന്റ് ഇട്ടിട്ട് ഫ്ലെക്സ് കൊടുത്തേക്കുക. കണ്ടോ? അതുപോലെ ഈ താഴത്തെ സാധനം ഇതും ഫ്ലെക്സ് ആണ്. പിന്നെ ഈ ഡിവ് ഇതും ഫ്ലെക്സ് ആണ്. ഇതൊരു ഡിവ്. മതി. ഇത് വേറെ ഡിവ്. ഓക്കെ, പിന്നെ ഇത് വേറെ ഡിവ്. ഇവിടെ ഒരു പരസ്യം കാണിക്കാൻ ഡിവ് ഉണ്ടല്ലോ. ഓക്കെ, പിന്നെ ഇത് H1 ടാഗ്. ഇതെല്ലാം ഒറ്റ ഡിവിൽ അടക്കുന്നത്. കണ്ടോ? അതായത് മൊത്തത്തിൽ ഇവിടെ ഫ്ലെക്സ് കൊടുത്തേക്ക്. ഇവിടെ ഫ്ലെക്സ് ഉണ്ട്, ഇവിടെ ഫ്ലെക്സ് ഉണ്ട്, ഇവിടെ ഫ്ലെക്സ് ഉണ്ട്. കണ്ടോ? ഫ്ലെക്സ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഫുൾ അലൈൻ ചെയ്യും. നിങ്ങൾ വേറെ ഒരു പ്രോബ്ലം പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഈ സാധനം ചെയ്യാം. പറ്റില്ലേ? ഇനിയുണ്ട്
പക്ഷെ ഇതുവരെ പഠിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. മനസ്സിലായോ? ഇത് ചെയ്യാൻ പറ്റും. ഏതാ ബുദ്ധിമുട്ട് ഏതാ നോക്കിയിട്ടാ നിങ്ങൾക്ക് അല്ലടാ അതല്ല പൊതുവെ നിങ്ങൾ അതൊക്കെ അതുണ്ടാവും. ഇതിപ്പോ കേസിൽ ആദ്യം ഒരു ഡിവ് കൊടുക്കാം. ഒറ്റ ഡിവ് ഉണ്ടാവും എന്നൊക്കെ പറയാനും പറ്റില്ല. കാര്യം വേറെ കാര്യമുണ്ട്. നോക്കിക്കോണേ, ഇത് ഞാനിങ്ങനെ ഇതിന് കണ്ടോ, ഞാൻ ഈ സ്ക്രീനിന്റെ സൈസ് മാറ്റുമ്പോൾ ഇത് റെസ്പോൺസീവ് ആവുന്നുണ്ടോ? അതായത് ആ സ്ക്രീനിന്റെ സൈസിലേക്ക് ഇത് അഡാപ്റ്റ് ആയതുണ്ടോ? ഇത് നമ്മൾ പഠിക്കും. റെസ്പോൺസീവ് സൈസ് എന്നാണ് ഇതിന് പറയാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിന് എക്സ്ട്രാ ഡിവ് കയറിയിരിക്കും. അതിനു വേണ്ടി മനസ്സിലായോ? അതല്ലാതെ ഇങ്ങനെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒറ്റ ഡിവ്, ഇതെല്ലാം സ്പേസ് എല്ലാം സെയിം അല്ലേ? സ്പേസ് എല്ലാം സെയിം. ഒറ്റ ഡിവ് ഇടുക. 1 2 3 4 5 6 കണ്ടന്റ്. പിന്നെ കാര്യമുണ്ട്, ഇത് വേണ ഒരു ഡിവ് ആയിരിക്കും. എക്സ്ട്രാ ഒരു ഡിവ് വരും ഇവിടെ. ഈ ഇൻപുട്ട് ടാഗും ഈ ഒരു സെർച്ച് ബട്ടൺ ഇല്ലേ, ഇതൊരൊറ്റ ഡിവിലായിരിക്കും. ഒരു ഡിവിനകത്ത് ഇൻപുട്ട് ടാഗ്, ഒരു സെർച്ചിന്റെ ബോക്സ്. ഇത് ഒന്നിച്ചിറക്കുന്നുണ്ട്. കണ്ടോ, ഇത് രണ്ട് ഐറ്റമാ. നമ്മളിത് ആ ഡിവ് കൊടുത്തില്ലെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പ് വരും. അത് മനസ്സിലായി പറഞ്ഞേ കാര്യം? ഇതും ഡിവിന്റെ ഒരു മെയിൻ ഐറ്റമായിട്ട് മാറും. അത് പേരിന്റെ ഐറ്റമായിട്ട് മാറും. അപ്പൊ ആ ഗ്യാപ്പ് ഇതിനും അപ്ലൈ ആവും. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് പൊസിഷൻ കൊടുക്കാം, പക്ഷെ അതിനൊക്കെ അത് ബുദ്ധിമുട്ടാ. അതിൽ എളുപ്പം ഇങ്ങനെ ഈ ഒരു ഡിവ് കൊടുക്കുന്നതായിരിക്കും. അത് നമുക്ക് അതിന് പ്രശ്നമാണ് കേട്ടോ. അതങ്ങനെ നീ കൊടുത്താൽ ഓക്കെ, അത് ഇവിടെ ഇരിക്കും. നമ്മൾ ചിലപ്പോൾ സ്ക്രീനിന്റെ സൈസ് മാറ്റുമ്പോഴേ ചിലപ്പോൾ അതിനകത്തൊരു പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. സിംഗിൾ എലിമെന്റ് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇവിടെ ഒരു ഡിവ് മനസ്സിലായില്ല നിങ്ങൾക്ക്? കാര്യം ഇത് ഇട്ടില്ല എങ്കിൽ പ്രശ്നം എന്താ, ഇത് ആ ഒരു ഡിവിനകത്ത് ഐറ്റമായിട്ട് മാറുകയും ഈ ഗ്യാപ്പ് ഇതിനും അപ്ലൈ ആവുകയും ചെയ്യും. ഇവിടെ ഒരു ഗ്യാപ്പ് വരികയും ചെയ്യും. അപ്പൊ നമ്മൾ ഇതൊരു ഡിവിലാക്കും. ആ ഡിവിനകത്താണ് ഈ സെർച്ച് ബാറും ഈ ബട്ടണും. അപ്പൊ അത് ബാക്കിയെല്ലാം സെയിം. ഡിവ് അല്ല, സോറി, എലമെന്റ്. അപ്പം 1 2 3 4 5 6 എലമെന്റ് ഉണ്ട് ഇതിനകത്ത്. ഇതൊരു ഡിവ് മനസ്സിലായി? ചെയ്യാവുന്നല്ലേ ഉള്ളൂ. നമുക്കിത് ചെയ്യാനുള്ള വർക്കിന് തരാം നിങ്ങൾക്ക്. ഇംഗ്ലീഷ് ഇതും ഒരു അതെ അത് ശരിയാ. ഇതൊരു ഡിവ. കണ്ടോ, ഇത് ശരിക്കും ഒരു ഡിവിൽ ഇട്ടിട്ട് ഒരു പീട്ടാകും, ഒരു ആരോ ഐക്കണോ. ഇത് ഈ ഗ്യാപ്പ് സെയിം അല്ലല്ലോ ഇതുമായിട്ടല്ലോ. അല്ല, അപ്പൊ അത് തന്നെ, ഇത് വേറെ എലമെന്റാ. അതെ ആണ്. അതപ്പോ അതെന്താ വേറൊരു ഡിവിനകത്താണ് അതും കിടക്കുന്നത്. അങ്ങനെ നമ്മൾ അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇപ്പം ഇങ്ങനെ ചെയ്താൽ മതി. മാക്സിമം എലമെന്റ് ഡിവ് അല്ലെങ്കിൽ എലമെന്റ്സ് കുറയ്ക്കുക, എന്നാ കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടും. അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും. മനസ്സിലായി? ഇല്ല. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ എന്തായാലും ഇതിന് ഡിവ് വേണം. അത് ചെയ്യാൻ പറ്റില്ല. ഈ ഡിവ് കുറയ്ക്കാന്ന് പറഞ്ഞാൽ വേണം ചെയ്യും. നമ്മൾ പൊതുവെ പൊസിഷൻ ഒക്കെ അങ്ങനെ വെറുതെ ആഡ് ചെയ്യരുത്. മനസ്സിലായോ? അപ്പം ഇങ്ങനത്തെ കേസുകളിലൊക്കെയാണ് നമ്മൾ പൊതുവെ ആഡ് ചെയ്യുക. അത് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എവിടെ പൊസിഷൻ, ഇപ്പൊ എനിക്കത് പറഞ്ഞു തരാൻ പറ്റില്ല. കാര്യം നിങ്ങൾ കുറെ ചെയ്ത് ഇപ്പൊ നിങ്ങളിപ്പം 100% പെർഫെക്റ്റ് ആയിട്ടല്ല പഠിച്ചിറങ്ങുന്നത്. ഇല്ല, ഇപ്പൊ നിങ്ങൾ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കും. പിന്നെ നിങ്ങൾ യൂസ് ചെയ്താണ് നിങ്ങൾക്ക് എവിടെയൊക്കെ ചെയ്യാം എന്നുള്ളൊരു നോളജ് കിട്ടും. ഇപ്പൊ ഇവിടെ നമ്മൾ തന്നെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും. മനസ്സിലായി? ഇപ്പൊ നിങ്ങളിപ്പോ അതാണ് വർക്ക് വരുന്നത്. നിങ്ങൾ ടാസ്ക് ചെയ്ത് അപ്പൊ നിങ്ങൾ തന്നെ കണ്ടെത്താനുള്ള ഇല്ല. ഇപ്പൊ നിങ്ങൾ അപ്പൊ ആ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇപ്പൊ ഒരു കാര്യം പറയാം. ഇപ്പൊ ഈ സെയിം സാധനം തന്നെ ഇപ്പൊ നന്നായിട്ട് HTML പഠിച്ച 2 ഡെവലപ്പേഴ്സ് 2 ചെയ്തെടുക്കുകയും ചെയ്യാം. പല പ്രോപ്പർട്ടി, അത് അവരുടെ ഇഷ്ടം, അത് അവരുടെ കൺവീനിയൻസ്. സാധനം കിട്ടിയാൽ മതി. മനസ്സിലായി? പിന്നെ ഏറ്റവും കുറഞ്ഞ ഇത് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യുക. അതാണ് അതിനകത്ത് കാര്യം. രണ്ടുപേരും അങ്ങനെ തന്നെ ട്രൈ ചെയ്യും. പക്ഷെ രണ്ടുപേർക്ക് ചിലപ്പോൾ 2 രീതിയിൽ ചെയ്യാൻ പറ്റും. കൃത്യമായിട്ടൊരു വഴി എന്നുള്ളൊരു സംഭവം ഇതിനകത്തില്ല. മനസ്സിലായോ? മാക്സിമം കുറച്ച് ചെയ്യുക, കോംപ്ലക്സിറ്റി കുറച്ച് ചെയ്യുക. അനാവശ്യമായിട്ടുള്ള ഞാൻ എപ്പോഴും കാണും ചുമ്മാ കുറെ ഡിവ് ഇടുന്നത്. മാക്സിമം ഡിവ് കുറയ്ക്കുക. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്റ്റൈൽ ചെയ്യാൻ എളുപ്പമുണ്ട്. നമുക്ക് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമുണ്ട്. അല്ലേ? അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയി പോകും. ചുമ്മാ അതൊക്കെ ഇപ്പം ഈ ഒരു ലോഗോ ഇടുന്നു, ഒരു ഡിവ് ഇട്ടിട്ട് അതിനകത്ത് ടാഗ് ഇടാമല്ലോ. ഇല്ല, ഇപ്പൊ മെയിൻ ഒരു ഡിവ്, അതിനകത്ത് വേറൊരു ഡിവ്, അതിനകത്തൊരു ടാഗ് ഡിവ് ആക്കാമല്ലോ. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത് വെറുതെ അനാവശ്യമായിട്ടല്ലേ ഡിവ് അവിടെ കിടക്കുന്നത്. അതുകൊണ്ടാണ് കമന്റ് ആണോ? അത് ശരിക്കും സൈസ് കൂടും.
സൈസ് കൂടും. പക്ഷെ ഈ കമന്റ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ പൊതുവെ ഞാൻ വർക്ക് ചെയ്ത കമ്പനി അങ്ങനെ ഉപയോഗിക്കാറില്ല. ഞാൻ ഈ കോഡൊക്കെ നമ്മളാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഇൻ കേസ് ഇപ്പൊ ഒരു ഫോൺ ഫാമിലി ഞാൻ ഇട്ടു, അതുകൊണ്ട് ഞാൻ ഓക്കെ ഇത് വേണ്ട വേറെ വെച്ചാൽ അപ്പൊ ഇതിവിടെ കിടക്കട്ടെ, പിന്നീട് അങ്ങനെ മാറ്റണമെന്ന് പറഞ്ഞാൽ മാറ്റാലോ എന്ന് പറഞ്ഞാൽ നമ്മൾ കമന്റ് എഴുതുന്നല്ലാതെ പൊതുവെ കമന്റ് എഴുതാതെ ഇല്ല. ചില കമ്പനീസ് കമന്റ് എഴുതുന്നവരുണ്ട്. അപ്പൊ ഞങ്ങളുടെ കമ്പനിയിലുള്ള പരിപാടി വെച്ചാൽ ഞങ്ങളുടെ കമ്പനിയിൽ വേറെ കുറെ റൂൾസ് ഉണ്ട്. അതൊരു ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളിൽ പഠിക്കും. ഫംഗ്ഷൻ എഴുതുമ്പോൾ അതിന് 10 ലൈനേ ആവുള്ളൂ, 2 പാരാമീറ്റേഴ്സ്. അപ്പൊ അതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഒരു ഡെവലപ്പറിനെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും, കമന്റ് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ അത്രയ്ക്ക് നമുക്ക് ചില ഒരു കോഡ് ഞാൻ എഴുതി, അത് വേറൊക്കെ അത്രയ്ക്ക് മനസ്സിലാവില്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്, ഇതിനു വേണ്ടിയാണ് ഇന്ന സാധനം കൊടുത്തത് തോന്നുവാണെങ്കിൽ കമന്റ് എഴുതാം. അങ്ങനെയുള്ളൂ. കമന്റ് ചെയ്ത സൈസ് കൂടും എന്തായാലും. പിന്നെ കാര്യം ഉണ്ടോ, നമ്മൾ ചെയ്യുന്ന ഡെവലപ്പിംഗ് മോഡാ. നമുക്ക് 2 മോഡുണ്ട്, പ്രൊഡക്ഷൻ മോഡും ഉണ്ട്, ഡെവലപ്പിംഗ് മോഡും ഉണ്ട്. ഡെവലപ്പിംഗ് മോഡിലുള്ള കോഡിനായിരിക്കും ഇതെല്ലാം ഉണ്ടാവുക. വൺസ് നമ്മൾ പ്രൊഡക്ഷനിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം മാറ്റുമ്പോഴത്തേക്കും ബഡിന്റെ സൈസ് പറയും. മനസ്സിലായോ? അതായത് നമ്മൾ എപ്പോഴും പ്രൊഡക്ഷനിലേക്ക് അതിനുള്ള റൂൾസ് സെറ്റ് ചെയ്ത് വെക്കും. അതായത് നമ്മളൊരു ബട്ടൺ ക്ലിക്ക് ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട, ശരിക്കും എല്ലാം ഓട്ടോമേഷൻ ആയി. ഇപ്പൊ ഡെവോപ്സ് കേട്ടുണ്ടോ? ഡെവോപ്സ് അവരെ ഫുൾ ഓട്ടോമേഷൻ. നമ്മൾ കോഡ് വെറുതെ കോഡ് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ അടിച്ചിട്ട് നമ്മൾ ഓക്കെ കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി കോഡ് ഗിറ്റ്ഹബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലേക്ക് ആഡ് ആവുകയും അവിടുന്ന് ഓട്ടോമാറ്റിക്കലി പോയിട്ട് ഓട്ടോമാറ്റിക്കലി ഹോസ്റ്റ് ആവുകയും ചെയ്യും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ സെറ്റപ്പ് വരെ ഉണ്ട്. അപ്പൊ അവിടെ അതിലേക്ക് പോകുന്ന സമയത്ത് എല്ലാം ചെക്കും ചെയ്യും. ഇപ്പൊ അതിനിടയ്ക്ക് കുറെ ടൂൾസ് ഇവർ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കോഡിൽ നമ്മൾ എല്ലാ റൂൾസും ഫോളോ ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം ചെക്ക് ചെയ്യും. ഇപ്പം കോഡിൽ ഒരു എറർ പോലും ഇല്ലെന്ന് വെച്ചാൽ ഒരു എറർ പോലും ഇല്ല. പക്ഷെ നമ്മൾ ചെയ്തേക്കുന്ന റൂള് കമ്പനിക്ക് എതിരായിട്ട് ഇപ്പൊ ഒരു ഫംഗ്ഷൻ ഞാൻ പറഞ്ഞാൽ 10 ലൈൻ ഓഫ് കോഡ് ഒരു ഫംഗ്ഷനിൽ എഴുതാൻ പറ്റുള്ളൂ, ഞാൻ 11 എഴുതി വെച്ചോ, അപ്പൊ തന്നെ എറർ അടിക്കും. അതിനുള്ള സെറ്റപ്പ് അവർ എഴുതിയിട്ടുണ്ടാവും. വേറെ അതിന് വേറെ പാക്കേജ് എന്ന് പറയും, വേറെ ടൂൾസ് ഉണ്ട്, പ്രോഗ്രാമിംഗ് ടൂൾസ് തന്നെ, പ്രോഗ്രാംസ് ഉണ്ട്. അത് ഇതിനെല്ലാം മോണിറ്റർ ചെയ്യും, കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്ക് ഒക്കെ കിട്ടുകയും ചെയ്യും. അതെല്ലാം ഉണ്ട്. ഇപ്പൊ ഈ കമ്പനിന്റെ കാര്യമായാലും നമ്മൾ അവസാനം പ്രൊഡക്ഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഹോസ്റ്റ് ചെയ്യാന്ന് പറയാം. അതായത് ഈ വെബ്സൈറ്റിന് എന്റെ ക്ലയന്റിന് കൊടുത്തിട്ട് ക്ലയന്റ് അത് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യിപ്പിച്ചെടുക്കുക. അവിടേക്ക് പോകുമ്പോഴത്തേക്ക് ഇതെല്ലാം റിമൂവ് ചെയ്യാം. മനസ്സിലായോ? പറയാം, ഇത് മനസ്സിലായത് ചെയ്തത്. ഈ ഒരു ഐഡിയ കിട്ടിയോ? എന്തിന് ഈ ഡിവ് വിട്ടു എന്നുള്ള കാര്യം കിട്ടിയോ? എല്ലാവരും ക്ലിയർ ആയത്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിറ്റേക്കുന്ന ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണല്ലോ? മൂവ് ചെയ്യാൻ കാര്യം ആ ഡിവ് വിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? എല്ലാം ആ സെയിം ഇല്ലേ, ആ സെയിം ഡിവിലെ എലമെന്റ്സ് ആയിട്ട് മാറും. അതായത് നവബാർ എലമെന്റ്സ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇല്ലേ? ആ ഡിവില്ലെങ്കിൽ ഇതെങ്ങനെ നടക്കും നോക്കിയോ? ഇതാണ് എന്റെ അവസ്ഥ. അപ്പൊ അവിടെ ആ റൈറ്റ് എന്ന് പറഞ്ഞ ഡിവ് ഇല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോ, അതായത് നമ്മുടെ ആ ഒരു നവബാറിന് നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്ന ജസ്റ്റിഫൈ കണ്ടിട്ട് സ്പേസ് ബിറ്റ്വീൻ എല്ലാത്തിനും അപ്ലൈ ആവും. അപ്പൊ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയാണ് അതിനെ വേറെ ഡിവ് ഇട്ടേക്കുന്നത്. അപ്പം അങ്ങനെ ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ചാൽ നവബാറിന്റെ ചൈൽഡ് ആരൊക്കെയാ? ഈ H1 ടാഗും ഈ റൈറ്റ് എന്ന് പറഞ്ഞ ഡിവുവാ, അതിനകത്തുള്ള എലമെന്റ്സ് അല്ല ഇല്ലേ? അപ്പം നവബാറിന് 2 ചൈൽഡുള്ളൂ, H1 ടാഗും റൈറ്റ് എന്ന് പറഞ്ഞ ഡിവ്. അപ്പൊ എന്ത് ചെയ്യും? H1 ടാഗ് ഇങ്ങനെ ഇരുന്നു പോകും, ആ റൈറ്റ് എന്ന് പറഞ്ഞ ഡിവ് ഇങ്ങനെ ഇരുന്നു പോകും. അപ്പൊ ആ ഡിവിനകത്താണ് ബാക്കിയുള്ള എലമെന്റ്സ് ഉള്ളത്. മനസ്സിലായത്? അപ്പൊ നമ്മൾ സേവ് ചെയ്തിട്ട് നോക്കുവാണെങ്കിൽ ഇപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ബൈനറിയുടെ ആവശ്യം നമുക്ക് റിയാക്റ്റിൽ ഇല്ല. ഞാൻ വേണമെന്ന് പറഞ്ഞോ? അല്ല അതില്ലടാ. കാര്യം വെച്ചാൽ നമ്മുടെ കേസിൽ അത് വരുന്നില്ല. ഇപ്പൊ നമുക്കിപ്പോ ഒരു 6 മാസത്തെ കോഴ്സ് അല്ലല്ലോ, അല്ലെങ്കിൽ ഒരു 8 മാസത്തെ കോഴ്സ് അല്ലല്ലോ. അപ്പൊ നമ്മുടെ കോഴ്സിനകത്ത് പൊതുവെ അത് വരുന്നില്ല. ബൈനറി ശരിക്കും പറഞ്ഞാൽ പഠിച്ചാൽ നല്ലതായിരിക്കും. നമ്മുടെ നാട്ടിലുള്ള കമ്പനികളിലൊന്നും അതിനെപ്പറ്റി ഒന്നും ചോദിക്കാറില്ല വർക്കിന് എടുക്കുമ്പോഴേ. കാരണം അത് ശരിക്കും പറഞ്ഞാൽ നീ കുറച്ചുകൂടെ കഴിയുമ്പോൾ നിനക്ക് അത് എളുപ്പമായിട്ട് തോന്നും. ബൈനറി സർട്ടിഫിക്കറ്റ് ഒക്കെ കുറച്ച് എളുപ്പമായിട്ട് തോന്നും. കാര്യം നമ്മൾ പഠിക്കുന്ന രീതി ഉണ്ടല്ലോ. ഇപ്പൊ പഠിച്ചിട്ടുണ്ടോ? നീ ഇതായിരുന്നില്ലേ, കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നില്ലേ? ആ സമയത്തൊന്നും എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. കാര്യം നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരൊക്കെ ചുമ്മാ ഒന്നും ബൈനറി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ യൂസ് കേസ് ഒന്നും അവർ പറഞ്ഞു തരത്തില്ല. ചുമ്മാ ഇങ്ങനെ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിനക്ക് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരാം ഒരു പോയിന്റിൽ. അപ്പൊ നീ നോക്കുമ്പോ ഇത്ര ഉള്ളായിരുന്നല്ലോ എന്ന് വിചാരിക്കും. അതിപ്പോ നമുക്ക് ആ യൂസ് കേസ് ഇപ്പം അതിലും വലിയ ലോജിക് ഒക്കെ നമുക്ക് ഫ്രണ്ട് എൻഡ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ ശരിക്കും സിമ്പിൾ ലോജിക്കാ. കുറെ ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം കിട്ടോടാ. ഇല്ല, നമ്മളങ്ങനെ നമ്മുടെ കോഴ്സിൽ അതില്ല. ഇതിന് ഡൗട്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. ഇത് ചെയ്ത് നോക്ക്.
ഓൺലൈൻ ഉള്ളവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ.
പുറത്തോട്ട് പോകാം. കുറെ കണ്ടന്റ് ഇതിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഫുൾ ഫ്ലെക്സർ ആപ്പ് ചെയ്തോട്ടാ. ഫ്ലെക്സർ ആപ്പ് പറഞ്ഞ സാധനം ഉപയോഗമാക്കുകയാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കറക്റ്റ് കണ്ടന്റ് ആവും. ആ ബട്ടൺ കൊടുക്കുമ്പോ ബട്ടൺ കൊടുത്തപ്പോ ആ സ്റ്റൈലിന്റെ ഇത് വരുന്നുണ്ട്. ഇപ്പൊ നമ്മളെ ഹോം ഇതൊക്കെ അബൌട്ട് സെറ്റിംഗ്സ് ഇല്ലേ, അവിടെ ജസ്റ്റ് ഒന്ന് ബട്ടൺ കൊടുത്തപ്പോ ആ ബട്ടൺ നിൽക്കുമ്പോൾ ആ ഇതില്ലേ, ഇന്നാളെ നമ്മള് ഫോളോ നോക്കിയപ്പോ അത് സെയിം സാധനം വരുന്നുണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ഉണ്ട്, ആ ക്ലിക്ക് ഉണ്ടല്ലേ, അതാണ് അന്ന് നമ്മളത് തന്നത്. അന്ന് ആ ഫോളോ ഒക്കെ ഓർമ്മയില്ലേ, ഇത് അടിക്ക് മരത്തിനായത്. പക്ഷേ ഷാഡോ ഇറങ്ങാൻ പറ്റില്ല, അനങ്ങാൻ പറ്റില്ല. പക്ഷെ ഷാഡല്ല ആ ബോർഡർ സംഭവം ബട്ടണിൽ ക്ലിക്ക് ഉണ്ടല്ലോ, ബട്ടണിൽ ക്ലിക്ക് ഉണ്ട്, അതാവാൻ. പക്ഷെ 3D വരാൻ വേണ്ടി കാണുന്നത് ഷാഡോ വെച്ച് നമ്മൾ കുറക്കണം. കാരണം നമ്മ അഡ്ജസ്റ്റ് ചെയ്യുമ്പോ ബട്ടണിൽ ഞാൻ മറ്റേ അഡ്ജസ്റ്റ് ചെയ്തിരിക്കും. അഡ്ജസ്റ്റ് ചെയ്യുമ്പോ ഞാൻ ക്ലിക്കിങ് അതിന്റെ ക്ലിക്ക് സെക്ഷനാണ് മാറ്റുന്നത്. മീൻസ് ക്ലിക്ക് ചെയ്യുമ്പോ എല്ലാ ആക്ഷൻസ് ഇല്ലേ
അതിനെ ഞാൻ മാറ്റിയപ്പോ ഓൾറെഡി ക്ലിക്കിന് ഓൾറെഡി ചെറുതായിട്ട് ഡിഫോൾട്ട് വാല്യൂ അപ്പൊ കാണിച്ചത്. ഈ ഹോമിലേക്ക് ഹോം പേജിലേക്ക് അങ്ങനെ ആക്കാൻ വലിയ പണിയൊന്നുമില്ല. പക്ഷെ അറിയാം അപ്പോൾ നമ്മൾ വേറെ ഫയൽ എടുത്താൽ മതി. അല്ലടാ ഡിപ്പ് മറ്റേ ഈ 3 ഡിപ്പില്ലേ ആ ഡിപ്പിന്റെ പുറത്ത് നമ്മൾ വേറെ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്താൽ റൈറ്റിക്കാ പോകുന്നത്. ഈ ഡിപ്പിന്റെ പുറത്തേക്ക് റൈറ്റിലേക്ക് പോകും. കാരണം കൊടുത്തിട്ടുണ്ടല്ലോ മറ്റേത് ജസ്റ്റ് സ്പേസ് ബിറ്റ്വീൻ ഉണ്ട്. സ്പേസ് ബിറ്റ്വീൻ എന്ന് പറയുമ്പോ നടുക്കത്തേക്കാണ് പോകുന്നത്. ശരി, നീ മേലെ കുറച്ചുകൂടെ ആഡ് ചെയ്ത് നോക്കും, ഒരു 3 ആഡ് ചെയ്ത് നോക്കുക. അപ്പൊ ഇങ്ങനെ നടുക്കത്തേക്ക് വരുന്നത് അലൈൻ ചെയ്ത് നോക്കും. സ്പേസ് ബിറ്റ്വീൻ ആണല്ലോ. അത് ഇവിടെ തുടങ്ങും സ്റ്റാർട്ട് എന്റെ അടുത്തൊക്കെ കുറച്ച് ചെറുതൊക്കെ മറ്റേ ഡെബ് കുറക്ക് അപ്പൊ സ്റ്റാർട്ട് എന്റെ അടുത്തൊക്കെ
അതിന്റെ ബോർഡില് അതായത് ഫസ്റ്റ് ഡിപ്പിന്റെ വരുന്ന ഈ ഡിപ്പിന്റെ ഈ ഫ്ലെക്സ് ഒഴിവാക്കിയാൽ ഈ സാറ് ചെറിയ ചെറിയ കണ്ടെയ്നർ അടിയിലോട്ട് വരും. അത് നോക്കില്ല ഒഴിവാക്കാനാ. ഈ സൈഡിൽ വിഷ്ണു സാർ സമയം ഏകദേശം വളരെ ഈ കണ്ടന്റ് കൊണ്ടുവന്നാൽ മതി. അപ്പൊ ഡിപ്പിന്റെ ആവശ്യമില്ലല്ലോ. ഇത് വേറൊരു ഡിപ്പിലാണ് വെച്ചത് അല്ല, വേറെ ഡിപ്പിലാണ് വെച്ചിരിക്കുന്നത്. ഇതൊരു ഡിപ്പല്ല, ഈ ഡിപ്പിന്റെ ഉള്ളിലത്തെ ഈ മൊത്തത്തിലുള്ള ഡിപ്പിന്റെ ഉള്ളിലുള്ള 3 ഡിപ്പ് ഇത് മാത്രം. ഇത് വേറെ ഇൻപുട്ട് ആയിട്ട് കൊടുത്താല് പിന്നെ ഇൻപുട്ട് കൊടുത്തു. പിന്നെ പുതിയൊരു ഡിപ്പ് അതുപോലെ തന്നെ അത് ഡിപ്പ് കൊടുക്കുന്ന ആവശ്യമില്ല. അത് ഇൻപുട്ടിൽ തന്നെ നമുക്ക് ആഡ് ചെയ്യാം.
ചെയ്തോ? ഇതെങ്ങനെ ചെയ്യുന്ന മനസ്സിലായോ നിങ്ങൾക്ക്? ഏതാ ബോഡി മൊത്തത്തിൽ space. വേറെ പേജൊക്കെ എടുക്കുമ്പോൾ ഇതുണ്ടോ? നെറ്റില്ല ഇതിനകത്ത്. ഇത് എല്ലാത്തിനും ഉണ്ടോ? എല്ലാത്തിനും അത് ഡിസ്പ്ലേയുടെ സെക്ഷനാണ്. അതെ അതെ, നോക്കട്ടെ. പക്ഷെ ഗ്രേഡ് വേറെ അത് ഈ കളർ അതിനോട് ചേർന്ന് കളർ അതെന്റെ ഫോൺ അതിന്റെ സ്പെസിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ എനിക്കൊന്നും മറ്റേന്റെ തോന്നുന്നു. ഈ ബാക്ക്ഗ്രൗണ്ട് കളർ വെച്ചിട്ടുണ്ടല്ലോ, ക്രോമിന്റെ ബ്ലാക്ക് ഡാർക്ക് ഇട്ടുണ്ടല്ലോ, അതിന്റെയാണ്. വേറെ ആർക്കും ഇല്ലല്ലേ പ്രശ്നം? അതെന്തായാലും ആ ഒരു ക്രോം ബ്രൗസറിന്റെ ആണെന്നാണ് തോന്നുന്നത്. വേറെ ബ്രൗസർ ഉണ്ടോ എനിക്ക്? ബ്രൗസർ ഡാർക്ക് ആക്കിയ എക്സ്റ്റൻഷൻ അങ്ങനെ എക്സ്റ്റൻഷൻ ഇട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതാടാ അതിന്റെ എക്സ്റ്റൻഷന്റെ ഉള്ളത്. അത് കുഴപ്പമില്ല, അവര് വരല്ലേ. അല്ല മട്ടി ഇവ വരും ചെയ്യാൻ പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ,
ഇത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ടാസ്ക് ആയിട്ട് എടുത്തേ. ഇതാണ് ടാസ്ക്. ചെയ്യാലോ. ഇതാണോ നീ ചോദിച്ചേ? ഇത് 3 ഇമേജ് ഇട്ടോ. ഇത് ഫുള്ള് ഫ്ലെക്സാ. ഇത് ആദ്യം ഒരു ഡിവ് ബാർ. അത് ഏറ്റവും മുകളിൽ ഇതുണ്ടോ? അതുണ്ട്. ഞാനിത് ഗ്രൂപ്പ് ഇടാം. അതെന്ത് ഇൻപുട്ട് അല്ലേ? നമ്മുടെ ഗ്രൂപ്പ് സെപ്റ്റംബർ അല്ലേ? ഞാൻ അത് ഇട്ടിട്ടുണ്ട് കോമൺ ആയിട്ടുള്ള. നിങ്ങൾ അവിടെ നിർത്താം. ഇഷ്ടമുള്ള ടെക്സ്റ്റ് അതൊക്കെ ആയിരിക്കും, കുഴപ്പമില്ല. സെയിം സാധനം വേണം. എന്തോ വേറെ ഇപ്പൊ നമ്മൾ ഇത് മതിയടാ. നീ അതിലിട്ടല്ലോ. സ്റ്റാർട്ട് ചെയ്തോ. അപ്പം ഇവിടെ നിങ്ങൾ പതുക്കെ ആദ്യം എന്ത് ചെയ്യുക, ആദ്യം ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. ഓരോ സെക്ഷനായിട്ട് കംപ്ലീറ്റ് ചെയ്ത് വന്നാൽ മതി. ഓക്കെ, നിനക്ക് ഇഷ്ടം നീ ഇതുവരെ പഠിപ്പിച്ച ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഏറ്റവും എളുപ്പം ഏതാ? ഇവിടെ ഫ്ലെക്സിന്റെ ആവശ്യമില്ല. ഇല്ല, ഇത് താഴേക്കല്ലേ. അപ്പൊ ഇവിടെ പാഡിങ് കൊടുത്താൽ മതി. ഇവിടെ ഒരു വരയൊക്കെ ഉണ്ട്, കാണുന്നുണ്ടോ? അതെല്ലാം അതുപോലെ കറക്റ്റ് ഇതുപോലെ തന്നെ വേണം. ചുമ്മാ ഇട്ടാ മതി. ചുമ്മാ കളർ നോട്ടെ. ആ ഒരു ബ്ലൂ കളർ ആക്കിയാ പോരെ. ലോഗോസ് എനിക്ക് ഇഷ്ടമുള്ള ലോഗോ ഇടാം. ആ പൊസിഷന് പറഞ്ഞേ ഉള്ളൂ. അല്ലടാ,
ഒരു സെക്കൻഡ്. ഇതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞില്ല. എന്താ ബൾക്കുണ്ടെന്ന് പറഞ്ഞെങ്കിലും അത് ചെയ്യാൻ കോളേജിൽ ബൾക്കൊന്നും ഉണ്ടായിരുന്നു. കോളേജിൽ ബൾക്ക് നീ കോളേജിൽ പോയില്ലല്ലോ. അന്ന് കിട്ടിയിരുന്നു. അന്ന് ട്രെയിൻ പോകുന്നു. കിട്ടി കറക്റ്റ് ഓടി ടിക്കറ്റ് എടുത്തില്ല. ഞാൻ അങ്ങോട്ട് പോയപ്പോ പാലം കയറി പൊക്കത്തേക്ക് ഓപ്പൺ ചെയ്തപ്പോഴേക്കും ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല. അവിടെ ഒരു റെയിൽവേ ബ്രിഡ്ജ് ഇല്ല. നോർത്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് റെയിൽവേ ബ്രിഡ്ജ് കിട്ടി. ഇങ്ങനെ പോകാൻ പറ്റി. ഫസ്റ്റ് റെയിൽവേ ക്രോസിംഗ് ഒരു ഞാൻ വട്ടത്തില് ഞാൻ അതാണ് ഞാൻ ക്രോസ് ചെയ്തത്. അതെ ഞാൻ പിന്നെ ശ്രദ്ധിച്ചത് ക്രോസ് ചെയ്ത് ഞങ്ങളുടെ കപ്പ് കിട്ടി. പീസാണ് ഫുള്ള് കണ്ടു ബോഡി വൈറ്റ് എന്നിട്ട് നാബിന്റെ കാട്ടിയിട്ടില്ല. നോക്കിയാൽ
അത് ഇറ്റാലിക്സിലല്ലേ ഇതൊക്കെ സാധനം പറഞ്ഞപ്പോ ഫസ്റ്റ് ടൈം നമ്മളൊന്ന് ഇപ്പം ചെയ്ത് നമ്മള് ചിന്തിക്കേണ്ടത് ഇത് എങ്ങനെ ചെയ്യേണ്ടത് അതൊക്കെ ചിന്തിക്കുക. അതിങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ എന്തെങ്കിലും പക്ഷെ ഫസ്റ്റ് ലോകത്ത് ഡിപ്പ് ഉണ്ടാക്കാൻ ഡിപ്പ് കൊടുത്ത് എങ്ങനെ പേരും മറ്റേ ഫയർ നമുക്കൊന്ന് കാണിച്ചിട്ടില്ലേ അതിന്റെ സാധനം കിട്ടില്ല. അത് ഫയറിക്കാൻ കൊറേ പെയ്ഡ് ആയിക്കോളും. ഫയറൊക്കെ പെയ്ഡ് ആയിക്കോളും. എല്ലാം ഏതെങ്കിലും സാധനത്തിന് നീ പേയ്മെന്റ് ചെയ്യാമോ? പേയ്മെന്റ് ചെയ്യാമോ? പേയ്മെന്റ് ചെയ്യണമെങ്കിൽ എനിക്ക് എനിക്കാണ് പ്ലാൻ ചെയ്തത്. ഞാൻ പറഞ്ഞില്ല മറ്റേ പരിപാടി ഇവിടെ തന്നെ വെറുതെ ഇരിക്കുമല്ലേ. അത് രാവിലെ 10 തൊട്ട് 5 മണി വരെ മതി. ഇതൊന്നുമല്ല നമ്മളെ നോക്കാതെ ഇത് വേറെ. അതായത് പാർട്ട് ടൈം ജോബില്ലേ, അത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഒരു ഷാഡോ ആപ്പിന്റെ ഞാൻ റീല് കണ്ടതാ. കൊണ്ടുപോയി ആദ്യം നല്ല പണി എടുപ്പിക്കുന്നു, നല്ല പണി എടുക്കണേ. അപ്പൊ ഒന്ന് പുറത്തൊക്കെ പോവാ. ഇവരെ കാണുമ്പോൾ അതിന് ഇത് മറ്റേ ഡ്രോപ്പ് ഡൗൺ വേണ്ട. ഐക്കം മാത്രം
നാളെ വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞേ. ആ എല്ലാവർക്കും ഇപ്പൊ ഓൺലൈൻ ഉള്ളവര് ഇനി സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കണേ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട്. നീ ഇതിൽ എത്രയാണ് കാണിക്കുന്നത്? ടൈം എത്ര കാണിക്കുന്നത്? ഒരു മണിക്കൂർ ഓക്കെ. കഴിഞ്ഞ ആഴ്ചത്തെ ഓക്കെ. ഹലോ, കുട്ടികൾക്കൊന്നും അറ്റൻഡൻസ് മാർക്കാവുന്നില്ലല്ലോ. ഇടുവോ? കഴിഞ്ഞ ആഴ്ചത്തെ അതുപോലെ മാർക്കായിട്ടില്ലെന്ന് പറയാം. ആണോ? ഓക്കെ. ആ ശരി. എടാ നിങ്ങൾക്ക് കാണിക്കാത്തതാണ്, അവിടെ ആവുന്നുണ്ട്. അത് സെറ്റ് ആവുള്ള പറഞ്ഞു. ആ അന്നത്തെ ഓപ്ഷൻ ആണ് ഉണ്ടായിരുന്നത്. നീ അത് ഒന്ന് റോഷൻ കൊണ്ടിട്ടൊന്ന് മെസ്സേജ് ചെയ്ത്. അത് കുഴപ്പമില്ല, അത് അവിടെ നോക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞേക്കൂടെ ചെയ്തേക്കെ. ഏതൊക്കെ ദിവസം വന്നിട്ടുണ്ടെന്ന് വെച്ചാലേ. ഒന്ന് വിളിക്കണേ. ഞാൻ അങ്ങനെ വാട്സപ്പ് അധികം ഉപയോഗിക്കാറില്ല. പിന്നെ സ്റ്റുഡൻസ് ഇപ്പൊ മെസ്സേജ് കാണും, പക്ഷെ കുറെ ആകുമ്പോൾ നമ്മളിങ്ങനെ നോക്കാറില്ലല്ലോ. ഞാൻ ഫോൺ അധികം യൂസ് ചെയ്യാറില്ല. ഇപ്പൊ ക്ലാസ് ഇരിക്കുമ്പോൾ ഇങ്ങനെ നോക്കുന്ന ഓരോരുത്തർ മെസ്സേജ് നോക്കുന്നല്ലാതെ നോക്കാറില്ല. അപ്പം കാര്യം ഞാനിപ്പോ 9 മണിയാകുമ്പോൾ ക്ലാസ് വരും. പിന്നെ ഞാൻ പോയിട്ട് പിന്നെ പെട്ടെന്ന് ഉറങ്ങും. അപ്പൊ നീ ഒന്ന് ജസ്റ്റ് ഒന്ന് മിസ് കോൾ അടിച്ചാൽ മതി. അപ്പൊ അല്ലെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ നോക്കാം. തീർച്ചയായിട്ടും എന്നാ മതിയേ. സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക്.